പുഴുത്ത പട്ടിയെ പോലെയാണ് നിന്നെ കാണണമെന്ന് പറഞ്ഞ് അവനെ പല ദിവസവും പിള്ളേരെ മുമ്പേ അപമാനിച്ച്. ജാതിക്കൊലകൾ ആരോപിക്കുന്ന എന്തെങ്കിലും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലല്ല. നവോത്ഥാനം, പുരോഗമനം, ജാതിരാഹിത്യം എന്നൊക്കെ വെറുതെ ഉരുക്കഴിക്കുന്ന കേരളത്തിൽ തന്നെയാണ്. ജിഷ്ണു പ്രണോയും സിദ്ധാർത്ഥും അടക്കം ഒരുപാട് സ്വപ്നങ്ങളുമായി കോളേജുകളിലേക്ക് പഠിക്കാൻ പറഞ്ഞുവിട്ട ആൺമക്കൾ താടി കൂട്ടിക്കെട്ടി മൊബൈൽ മോർച്ചറുകളിൽ വീടുകളിലേക്ക് എത്തുമ്പോൾ കേൾക്കുന്ന മാതൃവിലാപങ്ങളുടെ കൂട്ടത്തിലേക്ക് മറ്റൊരമ്മയുടെ ചങ്കേ പിളർക്കുന്ന പുത്രവേദന, ആലംബമില്ലാത്ത ആർത്തസങ്കടം കാണേണ്ടി വന്നൊരു ഗതികെട്ട ദിവസമാണ്. അച്ഛന് പെയിന്റ് പണി, അമ്മയ്ക്ക് അനാരോഗ്യത്തിലും കൂലിപ്പണിയാണ്. പഠിച്ചു മിടുക്കനായി ജോലി വാങ്ങണം, അവരെ നന്നായി നോക്കണമെന്ന് ഇച്ഛാശക്തിയുള്ള 21-കാരൻ വാടക വീടിനപ്പുറത്തെ പറമ്പിൽ അധിക്ഷേപങ്ങളില്ലാത്തൊരു ലോകത്ത് ഈ രാത്രി ഒറ്റയ്ക്കുറങ്ങുന്ന നിതിൻ ഒരു ആവറേജ് വിദ്യാർത്ഥിയായിരുന്നില്ല. 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും സമർത്ഥൻ, ബ്രൈറ്റ് ഫ്യൂച്ചറുള്ള വിദ്യാർത്ഥി എന്ന അധ്യാപകർ നെറുകം തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചവനാണ്. അഞ്ചരക്കണ്ടിലെ അധ്യാപക വേഷധാരികളായ വൃത്തികെട്ടവന്മാരുടെ കെട്ടനാക്കിൽ ഓരോ ദിവസം എവറി സിംഗിൾ ഡേ സ്വപ്നങ്ങൾ ഓരോന്നായി അടിച്ചില്ലാതാക്കി ഒടുവിൽ കഴിവേറ്റിയതാണ്. കൊല്ലാക്കൊലയാണ് പുരോഗമന നാട്ടിലെ ജാതിക്കൊല. ക്ലാസ്സിൽ എല്ലാവരുടെയും മുന്നിൽ ഇഡിയറ്റ് എന്നാണ് ആവർത്തന വർത്താനം, പുഴുത്ത പട്ടി എന്നാണ് അഭിസംബോധന. അച്ഛൻ്റെ കൂലിപ്പണിക്ക് കളിയാക്കൽ, കറുത്ത നിറത്തിന് കളിയാക്കൽ, ഭാവിയോർത്ത് ഭൂമിയോളം താഴുമ്പോൾ ആ തലയിൽ കയറി ചവിട്ടി മതിക്കൽ, ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന അമ്മയ്ക്ക് സർപ്രൈസ് ആവട്ടെ മാർക്ക് വെട്ടിക്കുറക്കൽ എന്ന സാഡിസം. സ്റ്റാഫ് റൂമല്ല, ജാതിവരുടെ കാപ്പഞ്ചായത്താണ്. വളഞ്ഞു നിർത്തി വാക്കുകൊണ്ട് വേട്ടയാടാൻ, കയ്യും കാലും വിട്ടുമെന്ന് വിരട്ടൻ. ഇവരൊക്കെ ആരാ? അധ്യാപകരല്ല, ഗൂണ്ടകളാണ്, തെമ്മാടി പട. പേടിയാണ് കുട്ടികൾക്ക്. ആ ക്ലാസ് റൂമിൽ വിദ്യാർത്ഥി നേരിട്ട തൊലിയുരിച്ച ജാതിവര്യന്മാരുടെ അക്രമം കേട്ട തെറിവാക്കുകൾ കൂടെ പഠിച്ചവർ സാക്ഷ്യം പറയില്ല, കമാന്ന് മിണ്ടില്ല. കാരണം ഇക്കാലം അത്രയും കൂടെ പഠിച്ച ഒരുത്തന്റെ ശവസംസ്കാരത്തിന് ആ ക്ലാസ്സിൽ ഒറ്റ കുട്ടി വന്നില്ലെങ്കിൽ അത്രയ്ക്കുണ്ട്. ജീവിതം തുലച്ചു കളയുമെന്ന ഈ ടീച്ചർ മാഫിയുടെ ടോർച്ചർ പണി പാർട്ടിക്കോട്ടയാണ്, ധർമ്മടത്താണ്. ഈ സമയം ഒരു മുദ്രാവാക്യം, ഒരു സമരം ഉണ്ടാകുന്നതിന് എന്തിനു കൊള്ളാമടോ സംഘടനകളെ, നിങ്ങളുടെയൊക്കെ നട്ടല്ലൂരി കൊട്ടയിലാക്കുകൊണ്ട് ഉപ്പിലിട്ട് വെക്ക്. ഈ ജാതിവറിയൻ ശവംതീനികളെ, സൈക്കോപാത്തുകളെ അടിച്ച് പുറംപൊളി ചാട്ടിയിറക്കാൻ ആരുമില്ല എഴുതി വെച്ചോ. ആ ക്യാമ്പസിൽ ഇനിയും ടോർച്ചറിൽ കൊന്ന് തെക്കോട്ടെടുക്കാനുണ്ട് മാതൃവിലാപങ്ങളുടെ മൊബൈൽ മോർച്ചറികൾ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. സണ്ണി എം കവിക്കാട്, ഡോക്ടർ മോഹൻ റോയ്, ശ്രീ ദിനു വെയിൽ, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ ഷാവു പ്രസാദ് എന്നിവർ ചർച്ചയിൽ. അത് ഞാൻ സണ്ണി എം കവിക്കാട്. സണ്ണി എം കവിക്കാട്, ഈ പുരോഗമന കേരളം, നവോത്ഥാന കേരളം, ജാതി സമരമാണ്, വർഗസമരമാണ് തുടങ്ങിയ വ്യാജങ്ങൾ, ഫേക്കുകൾ, സ്പാമുകൾ നമ്മൾ ഒരുപാട് കേട്ടതാണ്. അതൊന്നൊക്കെ വെറുതെയാണ്, നമ്മൾ നേരത്തെ കണ്ടെത്തിയതാണ്. പോട്ടെ, SC സംവരണത്തിൽ ആ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത വെരി ഫസ്റ്റ് ഡേ അവനെ നോട്ടമിട്ടതാണ് ഈ പട. ഓരോ ദിവസം ഓരോ അധിക്ഷേപങ്ങൾ, പുഴുത്ത പട്ടി എന്ന അസഭ്യം തെറിവാക്ക്, അടിച്ച് പല്ല് താഴെയുടെ ഒരുത്തരും വരില്ല. അതല്ലേ ഈ ഡോക്ടർ റാമിൻ്റെയും ഈ ഡോക്ടർ സംഗീത നമ്പ്യാരുടെയും ഒക്കെ ഈ വല്ലാത്ത ധൈര്യത്തിൻ്റെ കാരണം? അല്ല, ഈ വിഷയത്തിൽ അവർക്കുണ്ടാകുന്ന ധൈര്യമെന്നത് സാമൂഹികമായൊരു ധൈര്യം തന്നെയാണ്. ഏറ്റവും പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, ഇത് കേരളത്തിലെയോ ഇന്ത്യയിലെയോ ആദ്യത്തെ ഒരു സംഭവമല്ല. അത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി കുട്ടികൾ, പ്രത്യേകിച്ച് SC, ST, OBC, മൈനോറിറ്റി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ ആത്മഹത്യ ചെയ്യുകയോ ക്യാമ്പസിൽ നിന്ന് നിരുപാധികം വിട്ടുപോവുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. കേരളത്തിലും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കേരളത്തിലെ ചില മാന്യന്മാർ പറഞ്ഞു നടക്കുന്നത് കേരളത്തിൽ ജാതി വിവേചനമോ ഇല്ല. ജാതി വിവേചനം നടക്കുമ്പോൾ അതിനെ എതിർക്കുന്നവരാണ് ജാതിയുടെ നിർമ്മാതാക്കളെന്ന വ്യാജ്യമായൊരു ബോധം കേരളത്തിൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെതിരെ ആരും തന്നെ, നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ പോലെ പുരോഗമനകാരികളുടെ വലിയ കോട്ടയാണെന്ന് കരുതുന്നൊരു സ്ഥലത്ത് ഇത്രയും ഭീകരമായൊരു അനീതി നടന്നിട്ട് അതിനോട് പ്രതികരിക്കാൻ പോലും ആരും തയ്യാറാവുന്നില്ലാത്ത വിധം നിശബ്ദമാണ് കേരളം. ഇത് മലയാളി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും ജീർണമായൊരു ജീവിതമാണ് മലയാളി ജീവിക്കുന്നത് എന്നത്, അതിൻ്റെ കാമ്പായിരിക്കുന്നത് അവൻ്റെ ജാതി മേന്മാ ബോധമാണ് എന്നത് മലയാളി സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് തിരുത്താൻ പറ്റൂ. ഇപ്പോൾ ഈ നിതിൻ രാജിൻ്റെ കാര്യം നമ്മളെടുത്താൽ, സമർത്ഥനായൊരു വിദ്യാർത്ഥി, രോഹിത് വെമുലയെപ്പോലെ സമർത്ഥനായൊരു വിദ്യാർത്ഥിയായിരുന്നു. ഈ വിദ്യാർത്ഥിയെ അതിഭീകരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ടെന്ന്
ആ ചെറുപ്പക്കാരൻ്റെ ആ വിദ്യാർത്ഥിയുടെ ശബ്ദ സന്ദേശത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് റൂമിനെ കുറിച്ച് ആ ചെറുപ്പക്കാരൻ പറഞ്ഞൊരു കാര്യം, ഈ ടീച്ചേഴ്സ് റൂമിനെ കുറിച്ച് അതൊരു വിചാരണ കോടതി പോലെയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ സവർണ മാടമ്പികളെല്ലാം അണിനിരന്ന് ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിയെ അതിഭീകരമായി ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നൊരിടമായി ഈ കോളേജിലെ ദന്തൽ കോളേജിലെ അധ്യാപക ഇരിക്കുന്ന സ്ഥലം മാറുകയാണ്. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ഈ വിഭാഗത്തിൽ നിന്ന് ആരും ഉന്നത വിദ്യാഭ്യാസം നേടണ്ട എന്നാണോ? തീർച്ചയായും അത് തന്നെയാണ് അവരുടെ താല്പര്യം. അതുകൊണ്ട് ഈ വിഷയത്തിൽ മലയാളി സമൂഹത്തിലെ എല്ലാ മേന്മകളും ഇടിഞ്ഞു വീഴുന്നൊരു സന്ദർഭമാണ്. അത് തുറന്ന് സമ്മതിച്ചേ പറ്റൂ. അത് തുറന്ന് സമ്മതിക്കാതെ അതാ രണ്ട് അധ്യാപകരുടെ എന്തോ പ്രശ്നമാണെന്നുള്ള നിലക്ക് അതിനെ ചുരുക്കി കാണാൻ പറ്റില്ല. കേരളത്തിലെ ക്യാമ്പസുകളിൽ വ്യാപകമായി ഈ കാര്യം അരങ്ങേറുന്നുണ്ട്. ഈ വർഷം ആദ്യം കൊല്ലത്ത് ഒരു കുട്ടി ലിപ്സ്റ്റിക് ഇട്ട് വന്നു എന്ന കാരണത്താൽ അധ്യാപിക ആ കുട്ടിയെ പിടിച്ച് ഭിത്തിയിൽ മുഖമുരച്ചാണ് വിട്ടത്. ഒന്നോർക്കണം, ആ അധ്യാപികയ്ക്ക് എന്ത് സംഭവിച്ചു? ഇപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുന്ന മാന്യ കുല സ്ത്രീയായിട്ടങ്ങ് വാഴുകയാണ് കേരളത്തിൽ. ഇത് നമ്മൾ ലജ്ജയോടുകൂടി മാത്രം കാണേണ്ട ഒരു കാര്യമാണ്. ഇതിനകത്ത് ഒരു മേന്മാവാദവും നിൽക്കില്ല. ഇതിനു മുൻപ് മരിച്ച സിദ്ധാർത്ഥ്, അവിടുത്തെ SFI നേതാക്കളുടെ പേരാണ് ആ കുട്ടി പറഞ്ഞത്. അവരാണ് നിരന്തരമായി പീഡിപ്പിച്ച് ആക്രമിച്ച് വകവരുത്തുകയാണ് ആ പയ്യന്. അതേ, ആ പയ്യനും ഇതുപോലെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. നമ്മളൊന്ന് ഓർക്കണം. അതുകൊണ്ട് ഇവിടുത്തെ പാർട്ടി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സമൂഹം കേരളത്തിൽ ഇപ്പോഴും ജാതിയും ജാതി വിവേചനവും നിലനിൽക്കുന്നുണ്ടെന്നും അതിനെതിരെ ബഹുജന ബോധം ഉണരേണ്ട കാര്യമുണ്ടെന്നും സമ്മതിക്കാത്തിടത്തോളം കാലം കേരളത്തിലെ ക്രിമിനൽ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ സവർണ ജാതികളെ, അവർ ക്രിമിനൽസാണ്, സോഷ്യൽ ക്രിമിനൽസാണ്. വിവേചനം കാണിക്കുക, ആക്ഷേപിക്കുക, അപമാനിക്കുക, ആത്മഹത്യക്ക് വഴിയൊരുക്കുക, ഇനി അതിലൊന്നും നിന്നില്ലെങ്കിൽ കൊന്നുകളയുക എന്ന് ചെയ്യുന്ന ഈ ക്രിമിനൽ കാസ്റ്റിനെ യഥാർത്ഥത്തിൽ മനുഷ്യരാക്കി മാറ്റാനുള്ളൊരു ഉത്തരവാദിത്വം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. അതിനിവിടെ നിയമവുമുണ്ട്. ആ നിയമം അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇവരെ എന്താ അറസ്റ്റ് ചെയ്യാത്തത്? ഈ അധ്യാപകരെ എന്താ അറസ്റ്റ് ചെയ്യാത്തത്? ആ അധ്യാപകർ മാത്രമാണോ കുറ്റക്കാർ? അവിടുത്തെ പ്രിൻസിപ്പൽ ഈ വിവരം അറിഞ്ഞിട്ട് അയാൾ അത് മൂടിവെച്ചത് എന്തിനാണ്? അയാളെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യാൻ ഇന്ത്യൻ നിയമത്തിൽ വകുപ്പുണ്ടെന്നേ. ഇത്തരമൊരു കുറ്റകൃത്യം സ്വന്തം ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടന്നിട്ട് അതിനെതിരെ നടപടിയെടുക്കാതെ, അത് മേലധികാരികളെ അറിയിക്കാതെ അത് മൂടിവെച്ചതിൽ അയാളൊരു ക്രിമിനലാണ്. അയാളൊരു ക്രിമിനൽ കുറ്റത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അയാളെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണെന്ന് നടക്കുന്നത്? അത് അഞ്ചരക്കണ്ടിയിൽ പുതിയതായി ഉണ്ടാകുന്ന ഒന്നല്ല. താങ്കൾ പറയുന്ന പോലെ കേരളത്തിലെ സകല കോളേജുകൾ ഉണ്ടെന്നതിനപ്പുറം അഞ്ചരക്കണ്ടിയിൽ പുതുമയുള്ള കാര്യമല്ല. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ മോഹൻ റോയ് എന്നെ ഒരു കുട്ടി വിളിച്ചു, വൈകുന്നേരം വിളിച്ചതാണ്. പേര് ഞാൻ പറയുന്നില്ല, കുട്ടി ഇപ്പോൾ എവിടെയാണെന്ന് പറയുന്നില്ല. അഞ്ചരക്കണ്ടിയിൽ നിന്നും പഠിച്ചിറങ്ങിപ്പോയ കുട്ടിയാണ്. കുട്ടി പറയുന്നത് ടാർഗറ്റഡായി എല്ലാ ബാച്ചിലും ഈ അധ്യാപകർക്ക്, ഈ പറയുന്ന റാമിനടക്കം അധ്യാപകർക്ക് ഒരു സംഘം വിദ്യാർത്ഥികൾ അവരുടെ കണ്ണിലെ കരടാണ്. ഈ കുട്ടിയോട് പറയുന്നു, അതിനെ പേര് വിളിച്ചിട്ടില്ല, പകരം ഈ അധ്യാപകർ വിളിച്ചിട്ടുള്ളത് സ്റ്റുപ്പിഡ് ഇഡിയറ്റ് ഫൂൾ എന്ന് മാത്രമാണ് അഭിസംബോധന. അപ്പോൾ ആ ക്ലാസ്സിൽ സ്റ്റുപ്പിഡ് ഇഡിയറ്റ് ഫൂൾ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ വിളിക്കുന്നത് ആ ക്ലാസ്സിലെ ബാക്കി കുട്ടികൾക്കൊക്കെ അറിയാം. പലയാവർത്തി തോൽപ്പിച്ചു. ആ കുട്ടി പറഞ്ഞു, എൻ്റെ ചേട്ട ആത്മഹത്യ ചെയ്ത് അവിടുന്ന് ഇറങ്ങിപ്പോയത് വീട്ടുകാരുടെ പ്രാർത്ഥന എന്നാണ്. ഇവരെ എങ്ങനെയാണ് ശ്രീ മോഹൻ റോയ്, താങ്കളും പഠിപ്പിക്കുന്ന ആളല്ലേ, ഈ തെമ്മാടികളെ എങ്ങനെയാണ് അധ്യാപകർ എന്ന് വിളിക്കാൻ പറ്റുക? ഒരു കാരണവശാലും ഇവരാ വിളിക്ക് യോഗ്യരല്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഇത് കാലാകാലങ്ങളായി തുടരുന്ന ഒരു കാര്യവുമാണ്. ഞാൻ തികച്ചും എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം തന്നെ പറയാം. ഞാനന്ന് 1ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. ഞാൻ എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒറ്റ മകനാണ്. ഞാൻ പഠിച്ചിരുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി കിടക്കുമ്പോൾ അമ്മയുടെ കൂട്ടിരിപ്പുകാരെന്ന് വെച്ചാൽ അവിടെ എനിക്ക് പൂർണ്ണസമയം അവിടെ ഇരിക്കാനും സാധിക്കില്ല, മറ്റ് ബന്ധുക്കളുണ്ട്. അപ്പോൾ രാവിലെ ഞാനൊരു മെഡിക്കൽ വിദ്യാർത്ഥി ആയതുകൊണ്ട് ഈ വരുന്ന അധ്യാപകനൊക്കെ എന്നോട് അല്പം എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ നിൽക്കുകയാണ്. ആദ്യത്തെ ദിവസം വന്ന അന്ന് ഈ മെഡിക്കൽ കോളേജിലെ റൗണ്ട്സ് എന്നൊക്കെ പറഞ്ഞ അന്നത്തെ കാലത്ത് സീനിയറായ ഒരു അധ്യാപകൻ വരികയും അദ്ദേഹത്തിൻ്റെ കൂടെ
അസോസിയേറ്റ് പ്രൊഫസർമാരും അസിസ്റ്റന്റ് പ്രൊഫസർമാരും 3-ാം വർഷ PG വിദ്യാർത്ഥികളും 2-ാം വർഷവും 1-ാം വർഷവും ഉള്ളവരും ഹൗസ് സർജന്മാരും ഫൈനൽ ഇയർ 3rd ഇയർ കുട്ടികളുമൊക്കെ ഉള്ള ഒരു സമയത്ത് ഞാനിവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ അധ്യാപകൻ ആദ്യ ദിവസം എന്നോട് ചോദിക്കുന്നത്, നീയാണോ നിൻ്റെ അമ്മയുടെ കൂടെ നിൽക്കുന്നത്, നീ വല്ല പെണ്ണുങ്ങളെ വിളിച്ചിരുത്തടാന്നാണ്. ഒരു 1-ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിയുടെ ഗതികേട് ഒന്ന് ആലോചിച്ച് നോക്കുക. ആദ്യത്തെ ദിവസം ഞാൻ പ്രതികരിച്ചില്ല. 2-ാമത്തെ ദിവസം ഇദ്ദേഹം നമ്മളിവിടെ നിൽക്കുന്നു എന്ന് കാണുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സാഡിസ്റ്റിക് മൈൻഡ് സെറ്റാണ്. അദ്ദേഹം അന്നും ചോദിക്കുകയാണ്, നീ പെണ്ണുങ്ങളെ ആരെയും കൊണ്ടുവന്നില്ലേടാന്ന്. അന്നും നമ്മളങ്ങ് വെറുതെ ഇരിക്കുന്നു. 3-ാമത്തെ ദിവസം നിനക്ക് പെണ്ണുങ്ങളെ കിട്ടിയില്ലേടാ എന്നാണ് ചോദ്യം. ഇത് റിപ്പീറ്റഡായി ചോദിച്ചപ്പോൾ എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലകയുടെ അടിപ്പലക ഇളകുകയും ഞാൻ പറഞ്ഞു, സാറിനോട് ഞാൻ 2 ദിവസമായിട്ട് പറയുന്നില്ലേ ഞാൻ അമ്മയുടെ ഒറ്റ മകനാണെന്ന്, അല്ലാത്ത സമയത്ത് നിൽക്കുന്നുണ്ട്, ഞാനിവിടെ നിന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റ് രോഗികളുടെ കൂടെയൊക്കെ അവിടെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ആ നിമിഷം എനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ പുറകുഭാഗത്ത് കുറച്ചധികം കൈകൾ അനുഭവപ്പെട്ടു. ആ കൈകൾ ഇപ്പോഴും എനിക്ക് എൻ്റെ ശരീരത്തിൽ തൊടുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഈ കൈകൾ യഥാർത്ഥത്തിൽ എന്നെ ചേർത്ത് പിടിച്ച കരുതലിൻ്റെ കൈകളാണ്. അതിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ മുതിർന്ന അധ്യാപകർ തൊട്ട് അവരിൽ പലരും ഇപ്പോൾ പിന്നെ എൻ്റെ അധ്യാപകരാവുകയും ഇപ്പം എൻ്റെ സഹപ്രവർത്തകരാവുകയും ചെയ്തു. ഈ അധ്യാപകരും PG വിദ്യാർത്ഥികളും എന്നെ അറിയാവുന്ന ചില വിദ്യാർത്ഥികളും കൂടി ഈ ചേർത്ത് പിടിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ പൊടിക്ക് അടങ്ങുന്ന നീ ഇത് പറയരുത് എന്നുള്ള ഒരു ഭയം അത്തരത്തിൽ അവരിൽ ഉണ്ടാക്കാൻ ഞാൻ 1-ാം വർഷം മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ സാധിച്ചിട്ടുള്ള ആ ചരിത്രം അതുപോലെ തന്നെ ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഇതിന് പല പ്രശ്നങ്ങളുണ്ട്. അടിസ്ഥാന പ്രശ്നമെന്ന് പറഞ്ഞാൽ അധ്യാപന പരിശീലനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അധ്യാപന പരിശീലനം യഥാർത്ഥത്തിൽ സ്കൂളിലും കോളേജിലും ഒക്കെ ഉള്ളവർക്ക് TTC BEd അവർ തന്നെ എന്താ ചെയ്യുന്നത് നമുക്കറിയാം. ഒരു കുട്ടിയെ ക്ലാസ്സിൽ എഴുന്നേപ്പിച്ച് നിർത്തി പുഴുത്ത പട്ടി എന്ന് വിളിക്കാതിരിക്കണം എന്നറിയണമെങ്കിൽ അധ്യാപക പരിശീലനത്തിന്റെ കാര്യമൊന്നുമില്ല. ബേസിക് മനുഷ്യത്വം ഉള്ളിലുണ്ടാവണം. ഇവൻ ഈ SC കോട്ടയിൽ അഡ്മിഷൻ എടുത്ത് അവിടെ പോയ ആദ്യ ദിവസം മുതൽ തുടങ്ങുകയാണ് ഇവരോടുള്ള ചുരുക്ക്. ഇവനെ കാണുമ്പോൾ ഇവന്മാർക്ക് കുരുപൊട്ടുകയാണ്. എന്താ കുരുപൊട്ടി നിന്റെ ബോഡി വീട്ടിലോട്ട് എന്താണ് പൊതിഞ്ഞു കൊണ്ടുവരും എന്ന് ഉളുപ്പില്ലാതെ പറയുകയാണ്. സ്റ്റാഫ് റൂമിൽ വിളിച്ചു നിർത്തി എല്ലാവരുടെ വട്ടം കൂടി ജാതിവേറി അധിക്ഷേപിക്കുകയാണ്. ഇത് കേരളത്തിൽ നടക്കുന്നത് എന്തൊരു കഷ്ടമാണ് സിമോൻ റോയ്. അതിലേക്ക് തന്നെ അല്ല തീർച്ചയായും അതിലേക്ക് തന്നെ ഞാൻ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പരിശീലനം ലഭിക്കുന്നില്ല. മെഡിക്കൽ കോളേജുകളിലോ എഞ്ചിനീയറിംഗ് കോളേജിലോ അധ്യാപന പരിശീലനത്തിന് യാതൊരു അവരുടെ അടിസ്ഥാന ഡിഗ്രി അല്ലാതെ വേറൊരു ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. ഇപ്പോൾ പിന്നെ 1-2 പരീക്ഷകളും കൂടി എഴുതണമെന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഇത്തരത്തിൽ വരാത്ത കുറച്ച് പേർക്ക് ഇന്ത്യയിലെ ഒരു സാമൂഹ്യ ഘടനയെക്കുറിച്ചോ എത്തരത്തിലുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നതിനോ എന്നതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല. എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സണ്ണിയാൻ കവിക്കാട്ട് സാറൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു ജാതിയുടെ, മതത്തിൻ്റെ, സമുദായത്തിൻ്റെ, നിറത്തിൻ്റെ ഒക്കെ ഘടകങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഇതൊക്കെ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാവരും കൂടി നമ്മുടെ നാട്ടിൽ കാണിച്ചു വെച്ചിരിക്കുന്ന ദ്രോഹം എന്താണെന്നറിയാമോ? 2023 ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് 13,982 കുട്ടികളാണ് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. 2014-നും 2025-നും ഇടയിൽ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ IIT, IIM, NIT, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ 150 വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 65% കണക്കുകളാണ് കൂടുതലായി വന്നിരിക്കുന്നത്. അത് അക്കാഡമിക് പ്രഷേഴ്സ് ഉണ്ട്, പിന്നെ സാമൂഹ്യപരവും ജാതിപരവുമായ ഘടകങ്ങളുണ്ട്. പിന്നെ ഇത് യഥാർത്ഥത്തിൽ ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ മേർഡറാണ്, സ്ഥാപനവൽക്കരിക്കപ്പെട്ട കൊലപാതകമാണെന്ന് തന്നെ ഇത് പറയേണ്ടി വരും. കാരണം ഇന്ത്യയിൽ ഇതിൻ്റെ ഗതികേടിൻ്റെ പരകോടിയിൽ നിന്നുകൊണ്ട് 2024 സുപ്രീം കോടതി ഒരു ടാസ്ക് ഫോഴ്സ്, അതായത് ഇതുമായി ബന്ധപ്പെട്ട മാനസികാരോഗ്യത്തിൻ്റെയും ഡിസ്ക്രിമിനേഷൻ്റെയും വേർതിരിവും അഡ്രസ്സ് ചെയ്യാനായി ഒരു ടാസ്ക് ഫോഴ്സ് വേണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ട് 2 വർഷമായിന്നേ. എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? ജനുവരിയിൽ സുപ്രീം കോടതി അത് ഒന്നുകൂടി ആവർത്തിച്ച് വ്യക്തമാക്കി എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത്തരത്തിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ മേർഡർ നടക്കുന്ന സ്ഥലത്തിലേക്ക് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ മുന്നിലേക്ക് വരുന്നത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്ക്. റാഗിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടല്ലേ, റാഗിങ്ങിന് യഥാർത്ഥത്തിൽ ഒരു നാഷണൽ ഹെൽപ്പ് ലൈൻ ഉണ്ട്, ടോൾ ഫ്രീ നമ്പറുണ്ട്. അതിലേക്ക് വിളിച്ചൊരു പരാതി പറഞ്ഞാൽ നിങ്ങളൊരു മെയിൽ അയച്ചാൽ അതിൽ കേസെടുത്തില്ലെങ്കിൽ സ്ഥാപന മേധാവി ഉൾപ്പെടെയുള്ളവരാണ് കുഴപ്പത്തിലാകുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിക്കാത്തത്? പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാമല്ലോ, ഒരു നഗരത്തിലൊരു അനീതി ഉണ്ടായാൽ അവിടെ ഒരു കലാപം ഉണ്ടാവണം, അല്ലെങ്കിൽ വൈകുന്നേരം അവിടെ കത്തി അമരണമെന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. ഒരൊറ്റ വിദ്യാർത്ഥി സംഘടന, ഒരൊറ്റ യുവജന സംഘടന, എന്താ ഇലക്ഷൻ കഴിഞ്ഞ് എല്ലാവരും അങ്ങ് ഉറക്കത്തിലാണോ? അതിലേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്നത് ക്യാമ്പസിലെ പൊളിറ്റിക്സിനെ കുറിച്ചാണ്. ക്യാമ്പസിലെ പൊളിറ്റിക്സ് പൂർണ്ണമായും അങ്ങനെ ന്യായീകരിക്കുകയോ പൊളിറ്റിക്സിൻ്റെ പേരിൽ നടക്കുന്ന എല്ലാത്തിനെയും നമ്മൾ ന്യായീകരിക്കുകയോ ഒന്നുമല്ല. പക്ഷേ ഇത്തരത്തിൽ ഒരു പ്രശ്നമുണ്ടായിട്ട് നോക്കൂ,
അങ്ങ് പറഞ്ഞതുപോലെ ഒരൊറ്റ കുട്ടിയുണ്ടോ ഇന്ന് ആ കുട്ടിയുടെ വീട്ടില്? ഒരൊറ്റ കുട്ടി ഇല്ല. വന്നിട്ടില്ല. എന്തുകൊണ്ടാ വരാത്തത്? അല്ല, പേടിപ്പിക്കുകയാണ്. ഇന്റേണൽ മാർക്ക് കാണിച്ച് പേടിപ്പിക്കുകയാണ്. നിന്റെയൊക്കെ ഭാവി തുറച്ചു കളയുന്ന പച്ചയ്ക്ക് നേർക്കുന്നവർ പറയുകയാണ്. ഞങ്ങളിലേക്ക് എത്താം. ശ്രീ ശിവപ്രസാദ്, ഇവിടെ ശ്രീ മോഹൻ, ഡോക്ടർ മോഹൻ റോയ് പറഞ്ഞ പോലെ വിദ്യാർത്ഥി സംഘടന ഉള്ള കോളേജിലാണ് ഞാൻ പഠിച്ചത്. ആ സംഘടനാ പ്രവർത്തനത്തിൽ പങ്കാളിയായി പഠിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്കിതൊക്കെ അന്യമാണ്. അതുകൊണ്ട് എന്നെ വിളിച്ച, ഞാൻ നേരത്തെ പറഞ്ഞ എന്നെ വിളിച്ച പെൺകുട്ടി ചോദിച്ചു, ഈ പുഴുത്ത പട്ടി എന്നൊക്കെ അധ്യാപകർ ക്ലാസ്സിൽ പറയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറയുന്നത്, എൻ്റെ പൊന്നു ചേട്ടാ അതൊക്കെ ചെറുതാണെന്നാണ് പറയുന്നത്. പോയി ചാടി ചത്തൂടേടി എന്ന ഈ അധ്യാപക വേഷധാരികൾ, ഇയാളടക്കം, ആര് റാം എന്ന് പറയുന്ന ആളടക്കം ആവർത്തിച്ച് വിദ്യാർത്ഥികളോട്, ഈ കുട്ടികളടക്കം കാലാകാലങ്ങളിൽ ചോദിക്കുന്ന വർത്തമാനമാണെന്ന് പറയാണ്. പരമാവധി ക്ഷമിച്ച് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി മരിച്ച ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ അതോടെ തീർത്ത് കളയും, ആ കുട്ടിയുടെ ഭാവി തോപ്പിച്ച് കളയും. ശിവപ്രസാദ്, എന്നിട്ട് നമ്മൾ പറയും ഈ കേരളത്തിൽ ജാതിയില്ല, എല്ലാം ഫെയർ ആണ്, എല്ലാ അധ്യാപകരും നല്ലവരാണ്. ഒന്നാം തരം കള്ളവല്ലേ ശിവപ്രസാദ്? തീർച്ചയായിട്ടും ഹാഷ്മി പഠിച്ച അതേ കോളേജിൽ തന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളുമായിട്ട് പഠിച്ച വ്യക്തി തന്നെയാണ് ഞാനും. നമ്മൾ ഒരേ നാട്ടുകാരാണ്, സെയിം കോളേജിൽ, 2 കാലത്താണെന്നുള്ളതേ ഉള്ളൂ. ഇത് നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു കാപട്യവും കള്ളവുമാണ്. ഈ കേരളം പ്രബുദ്ധമാണ്, ഈ കേരളം സ്വർഗമാണ്, ഈ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്, ഇവിടെ ജാതിയില്ല, മതമില്ല, മതസൗഹാർദ്ദം ജാതി സൗഹാർദ്ദമാണ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ കള്ളമാണ്. സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. ഒന്ന്, ഏതെങ്കിലും ഒരു പത്രത്തിൻ്റെ ഒരു ക്ലാസിഫൈഡ്സ്, മാട്രിമോണിയൽ ക്ലാസിഫൈഡ്സ് എടുത്ത് നോക്കിയാൽ മതി, അന്ന് തീരും നമ്മുടെ നവോത്ഥാന ബോധ്യങ്ങളെല്ലാം. നായർ, സുന്ദരി, ഈഴവ, വിധവ, വിശ്വകർമ്മ, മറ്റേത്, സ്വജാതിയിൽ നിന്നും ക്ഷണിക്കുന്നു, അന്യജാതിക്കാർ അപേക്ഷിക്കേണ്ടതില്ല. നമുക്ക് തോന്നും ഇത് വളരെ നിസ്സാരമാണെന്ന് തോന്നും. അതല്ല, കേരള സമൂഹത്തിൽ രൂഢമൂലമായിരിക്കുന്ന പുഴുത്ത ജാതി ചിന്തയുടെ ജാതീയതയുടെ പ്രതീകമാണിതെല്ലാം. കടുത്ത ജാതി ചിന്ത. അതായത് ഇന്ത്യയിൽ ഇത്രയധികം എനിക്ക് തോന്നുന്നില്ല കേരളത്തിലുള്ളതുപോലെ ജാതി സംഘടനകൾ, സാമുദായിക സംഘടനകൾ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ടാകുമെന്ന്. അത്ര കടുത്തതാണ്. അതായത് ഇവിടെ സവർണ ജാതീയതയുമുണ്ട്, അവർണ ജാതീയതയുമുണ്ട്. പച്ചയ്ക്ക് ഞാൻ പറയുകയാണിത്. സവർണ ജാതീയത വളരെ ശക്തമായിട്ട് തന്നെയുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു കാര്യമുണ്ട് ഹാഷ്മി, നമ്മളൊക്കെ ഏതെങ്കിലും ഒരു സമുദായത്തിൽ ജനിച്ചു പോകുന്നു, അത് നമ്മളുടെ ആരുടെയും ഗുണമോ ദോഷമോ കൊണ്ടല്ല, അങ്ങ് ബൈ ചാൻസ് സംഭവിച്ചു പോകുന്നതാണത്. അതിൻ്റെ പേരിൽ അഭിമാനിക്കുക, ഞാനൊരു വലിയ സംഭവമാണ് എന്ന് കരുതുന്നവനാണ് ഏറ്റവും, അത് എന്നിട്ട് പുറത്ത് ജാതി ഇല്ല എന്ന് പറയുകയും കൂടെ ചെയ്യുന്നവനാണ് ഏറ്റവും വലിയ കള്ളൻ. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഒന്നും അറിയണം, ഇവിടെ നിങ്ങൾ ആരും എത്ര പേര് ചർച്ച ചെയ്തു, ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് സീൻ്റെ അകത്ത് കാണിച്ചു, നിങ്ങളിതിൽ കാണിച്ചു, എ റഹീമിനെയും പിന്നെ ശിവൻകുട്ടിയെയും കാണിച്ചു. ഇവർ രണ്ടുപേരും പിന്നെ ഗോവിന്ദനും കൂടെ വന്ന മറ്റൊരു വലിയ ജാതി പീഡനത്തിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്യസംസ്ഥാനക്കാരിയായ മധ്യപ്രദേശുകാരിയായ ഒരു ദളിത് പിന്നോക്ക വിഭാഗത്തിലുള്ള ട്രൈബ് ഒരു പെൺകുട്ടിയുടെ പോക്സോ കേസിൽ ഇവർ സാക്ഷികളാണ്. ഇവർ നടത്തിക്കൊടുത്തത് കേരളം സ്വർഗമാണെന്നും പറഞ്ഞുകൊണ്ട് നടത്തിക്കൊടുത്തത്. ഇതാണ് കേരളം ഇതൊരു യാഥാർത്ഥ്യമാണത്. ഞാൻ സണ്ണിയം കവിക്കോട് പറഞ്ഞതിനോട് യോജിക്കുന്നു. ഈ യാഥാർത്ഥ്യം അംഗീകരിക്കാതെ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. ഇവിടെ കടുത്ത ജാതീയതയുണ്ട്. ഇല്ല എന്ന് പറയുന്നത് ഒരർത്ഥവുമില്ല. ജാതീയതയുണ്ട്. ഇവിടെ ഒന്നാന്തരമുണ്ട്. അത് ഈ പറയുന്ന വർഗസമരം എന്ന് പറയുന്നത് ജാതി സമരമല്ല, അത് വേറെയാണ്. അതിനെ കാണാതിരിക്കലാണ്. ആക്ടിവിസ്റ്റ് ആണെന്ന് പറയാറുണ്ട്. ശരി, ഞാൻ രാഹുലിലേക്ക് എത്താം. ദിനു, താങ്കളും അധ്യാപകനാണല്ലോ, ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ അധ്യാപകനാണല്ലോ, സോഷ്യോളജി വിഭാഗം. ദിനു, ഇവിടെ ഇപ്പോൾ ഈ സമയം ഈ കുട്ടികളൊന്നും പുറത്തേക്ക് ഒരു അക്ഷരം മിണ്ടില്ല. ഓർത്തു നോക്കൂ, ഇക്കാലമത്തിന് കൂടെ പഠിച്ച ഒരു സഹപാഠിയാണ്, കൂടെ കളിച്ചവനാണ്, കൂടെ എല്ലാ സുഖദുഃഖ പങ്കാളിയാണ്. മരിച്ചുപോയിട്ട് എങ്ങനെ മരിച്ചുപോയിട്ട് അവിടെ ആ വീട്ടിലേക്ക് ഒറ്റ കുട്ടി വന്നിട്ടില്ല. കാരണം എന്താണ്? ഭാവി തൊലച്ചു കളയുമെന്ന ഈ റാമിൻ്റെയും ഈ സംഗീത നമ്പ്യാരുടെയും ബാക്കി ഈ പറഞ്ഞ മാഫിയ സംഘത്തിൻ്റെയും ഭീഷണി. ശ്രീ ദിനു, ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൻ്റെ അലൂമിനി ഗ്രൂപ്പുകളിൽ ഇപ്പോൾ ഉള്ള ചർച്ച എന്താണെന്നറിയോ? ഇപ്പോൾ നടക്കുന്ന ചർച്ച, അവിടെ കാലാകാലങ്ങളിൽ ഇത്തരത്തിലുള്ള കുട്ടികൾ നേരിടുന്ന ടോർച്ചറിൽ അവർ അതിജീവിച്ചതിനെ പറ്റിയാണ് ചർച്ച. ഇടിയപ്പത്തിൻ്റെ മറ്റേ സാധനമില്ലേ, ഇടിയപ്പത്തിനകത്ത് മാവ് വെച്ച് പീച്ചില്ലേ, അങ്ങനെ പീച്ചുന്ന പോലെ കുട്ടികളെ പീഡിപ്പിച്ചിറക്കി ആത്മഹത്യ ചെയ്യാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയ കുട്ടികളുടെ സങ്കട സാക്ഷ്യങ്ങൾ ആ ഗ്രൂപ്പിൽ വന്ന് നിറയായി. ഇപ്പോൾ ഒന്നും പുറത്തോട്ട് വരില്ല, കാര്യം അവർക്ക് പേടിയാ. കാര്യം പഠിച്ചിറങ്ങിയാലും ഇവരുടെ ഭാവി ഏതെങ്കിലും തരത്തിൽ തുറക്കാൻ ഇവർക്ക് കഴിയും. ഭീകരമാണ് ദിനു. ഇതിന് തടയിടുന്നില്ലെങ്കിൽ, ഒരു സമരം പോലും ഉണ്ടാവുന്നില്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമാണ്. ഹാഷ്മി, ജാതിയെക്കുറിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞിട്ടുള്ളത്, ജാതി
ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണെന്നുള്ളതാണ്, മാനസിക അവസ്ഥയാണെന്നുള്ളതാണ്. സ്വന്തം സഹപാഠി മരിച്ചിട്ട് പോലും ഒരാൾക്ക് പോലും ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ തോന്നാത്തത്, അല്ലെങ്കിൽ അത്രമേൽ പ്രഷർ ഉണ്ടാവുന്നത് ഒരു അധ്യാപകനോ അധ്യാപികയ്ക്കോ പോലും നാളിതുവരെ ആയിക്കൊണ്ട് ആ കുട്ടിയുടെ വിഷമങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടപെടാൻ വേണ്ടി ശ്രമങ്ങൾ നടത്താതിരിക്കുന്നത്. ഒരുപക്ഷെ സ്റ്റാഫ് റൂമിനെ കുറിച്ച് ആ ഓഡിയോയ്ക്കകത്ത് നിതിൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം എന്നാണ് പറയുന്നത്. നോക്കൂ, വിദ്യാഭ്യാസം നൽകേണ്ട അധ്യാപകർ ഇരിക്കുന്ന സ്ഥലങ്ങളെയാണ്, ഗുണ്ടകളുടെ സ്ഥലത്തെ കുറിച്ചിട്ടല്ല അവരത് പറഞ്ഞത്. കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതിന്റെ പേരാണ് സ്റ്റാഫ് റൂം എന്നാണ് ആ വിദ്യാർത്ഥി പറഞ്ഞു വെച്ച് പോയിട്ടുള്ളത്. ഇന്ന് അവരുടെ വീട്ടിലെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ കാണുന്ന സമയത്ത് ഒരു അധ്യാപകൻ എന്ന നിലയിൽ ശരിക്കും ചങ്ക് പൊട്ടുന്ന അവസ്ഥയിലാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. ആ കുട്ടിയുടെ ID കാർഡ് കൈ പിടിച്ചുകൊണ്ട് ആ കുട്ടിയുടെ അച്ഛൻ, ഇതിന്റെ അച്ഛൻ മൃതദേഹത്തിന്റെ അടുത്ത് പോയിരുന്നിട്ട് ഇങ്ങനെയാണല്ലോ ഞാൻ നിന്നെ വിട്ടതെന്ന്, നിന്റെ തലയ്ക്കും ചുണ്ടിനും താടിക്കും ഒക്കെ എന്ത് പറ്റിയെന്ന് വിലപിക്കുന്ന സമയത്ത് ഓരോ ഇത്തരം മാർജിനലൈസ് സമൂഹത്തിൽ നിന്ന് വരുന്ന ഓരോ വിദ്യാർത്ഥികളും കേവലം അവരവരുടെ സ്വപ്നം കൊണ്ട് മാത്രമല്ല വരുന്നത്, അതൊരു സമുദായത്തിന്റെ സ്വപ്നം കൂടിയാണ്. കൂലിപ്പണിക്കാരനായ അച്ഛന്റെയും തൊഴിലുറപ്പിന് പോകുന്ന അമ്മയുടെയും കൂടെ സ്വപ്നം കൂടിയാണ്. ഇത്തരത്തിലുള്ള കുടുംബങ്ങളുടെ സ്വപ്നം കൂടിയാണ് ജാതീയത ഇവിടെ ഇല്ലാതാക്കുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമേ അല്ല. നോക്കൂ, 22 വർഷം മുമ്പ് 2004 രജനി എസ് ആനന്ദ് എന്ന് പറയുന്ന ദളിത് വിദ്യാർത്ഥി എൻട്രൻസ് കമ്മീഷന്റെ മുകളിൽ നിന്ന് 1200ഓളം രൂപ ഹോസ്റ്റൽ ഫീസ് മാസം അടയ്ക്കാനുള്ള ലോൺ കിട്ടാഞ്ഞിട്ടാണ് 7ാം നിലയ്ക്ക് നിന്ന് താഴെ വീണ് മരിച്ചത്. ഇന്ന് ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഹാഷ്മി അവർക്ക് 42 വയസ്സാകുമായിരുന്നു. അവരൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയറായി ജോലി ചെയ്യുമായിരുന്നു. അവർക്കൊരു കുടുംബം ഉണ്ടാകുമായിരുന്നു. നോക്കൂ, 2007 അജയ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥി മരിക്കുന്ന സമയത്ത് 21 വയസ്സാണ് അവന്റെ പ്രായം എന്ന് പറയുന്നത്. ഇന്ന് ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ലൈഫ് സയൻസിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി അദ്ദേഹം മാറുമായിരുന്നു. 2016 മരിച്ച നമ്മുടെ സഹോദരൻ രോഹിത് വെമുലയ്ക്ക് മരിക്കുമ്പോൾ 26 വയസ്സാണ് പ്രായം. ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ 37 വയസ്സാകുമായിരുന്നു. കാൾ സാഗനെ പോലെ അവൻ ആഗ്രഹിച്ച പ്രകാരം ഒരു ശാസ്ത്രജ്ഞനായിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. സമാനമായിട്ടാണ് മെഡിക്കൽ ഫീൽഡിനകത്ത് പായൽ തഡ്വി എന്ന് പറയുന്ന സഹോദരി 2019 MD ഗൈനക്കോളജിൽ ചെയ്യുന്ന സമയത്ത് മരണപ്പെടുന്നത്, ആത്മഹത്യ ചെയ്യുന്നത് അതിക്രൂരമായ റാഗിങ്ങിന് വിധേയമാക്കിക്കൊണ്ട്. ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ 33ാം വയസ്സിൽ ഇന്നൊരു മികച്ച ഡോക്ടറായിട്ട് അവർ മാറുമായിരുന്നു. 18 വയസ്സ് മാത്രമായിരുന്നു ഈ പറയുന്ന ദർശൻ സോളങ്കിക്ക് മരിക്കുന്ന സമയത്ത് പ്രായം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്നൊരു പക്ഷേ 2023 അവൻ മരിക്കുമ്പോൾ 18 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ ജീവനാണ് നമ്മൾ കവർന്നെടുത്തതെന്നുള്ളത് മനസ്സിലാക്കണം. ഇന്ന് 21 വയസ്സോടെ ബിടെക് പൂർത്തിയായ മിടുക്കനായിട്ടുള്ള വിദ്യാർത്ഥിയായിട്ട് അവൻ മാറുമായിരുന്നു. 7 വർഷത്തെ കാത്തിരിപ്പിനോടൊപ്പം പായൽ തഡ്വിയുടെ കുടുംബത്തിന് നീതി കിട്ടിയില്ല. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം രോഹിത് വെമുലയുടെ അമ്മയടക്കം സുപ്രീം കോടതിയിൽ പോയി ജാതീയതയ്ക്കെതിരെ കൃത്യമായ റെഗുലേഷൻ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇവിടെ ഇറങ്ങിയ വളരെ ചുരുക്കം സവർണ ധാർഷ്ട്യമുള്ള വിദ്യാർത്ഥികളുടെ പേരിൽ ആ നിയമം സ്റ്റേ ചെയ്ത സുപ്രീം കോടതിയുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. നോക്കൂ, ഇവിടെ ഡോക്ടർ റാമും ഡോക്ടർ സംഗീത നമ്പ്യാരെയും പോലുള്ള ജാതീയത പേരുന്ന മനുഷ്യർ മനസ്സിലാക്കേണ്ടത് ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററിന്റെയും പിൻബലമില്ലാതെ 2 വർഷം വീട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ആ വിദ്യാർത്ഥി വന്നിട്ടുള്ളത്. ഈ വിദ്യാർത്ഥികളൊന്നും തന്നെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് മരിക്കാൻ വേണ്ടി പോയവരല്ല. അവരൊരു കുടുംബത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും പ്രതീക്ഷകളായി നാളുകളിൽ വരേണ്ട വിദ്യാർത്ഥികളായിരുന്നു. ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് പഠിക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികളെയാണ്. പഠിക്കാത്തതിന്റെ പേരിലല്ല ക്ലാസ് റൂമിൽ ഇവരാരും അപമാനിക്കപ്പെട്ടത്. പഠിച്ചതിന്റെ പേരിൽ, മാർക്ക് വാങ്ങിയതിന്റെ പേരിൽ, അന്തസ്സോടുകൂടി ജീവിക്കാനും തൊഴിലെടുക്കാനും തീരുമാനിച്ചതിന്റെ പേരിലാണ് ഇവരെല്ലാവരും തന്നെ അപമാനിക്കപ്പെട്ടത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പുഴുത്ത പട്ടി, ഹാഷ്മി പറഞ്ഞ പോലെ പുഴുത്ത പട്ടി എന്നാണ് ഇവർ വിളിച്ചിട്ടുള്ളത്. 122 ആത്മഹത്യകളാണ് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് മാത്രം SC ST OBC കമ്മ്യൂണിറ്റിയിലെ വിദ്യാർത്ഥികളുടേത് മാത്രമായി 2014 2021 ഇടയിലുള്ള കാലഘട്ടത്തിൽ നടക്കുന്നത്. ഇത് വളരെ കൃത്യമായി കൊണ്ട് ടാർഗറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറും കാസ്റ്റ് ബേസ്ഡ് അട്രോസിറ്റി ആണെന്നുള്ളതും വളരെ കൃത്യമായി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നോക്കൂ, ഇവിടെ വളരെ കൃത്യമായി കൊണ്ട് സുപ്രീം കോടതിയുടെ വിധി തന്നെ ഈ അമിത് കുമാർ എന്ന് പറയുന്ന കേസിനകത്തുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് ഒരു സൂയിസൈഡ് നടന്നു കഴിഞ്ഞാൽ, അൺനാച്ചുറൽ ഡെത്ത് നടന്നു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ പോലീസിനെ അറിയിച്ചു കൊള്ളണമെന്നുണ്ട്. 3:30 മരിച്ച നിതിൻ രാജിനെ, 1:30 വീണ് 3:30 മരിച്ച നിതിൻ രാജിനെ കുറിച്ചുള്ള വിവരം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രിൻസിപ്പൽ അറിയിക്കുന്നത് 6 മണിക്കാണ്. 2.5 മണിക്കൂർ വേണമോ ഒരു വിദ്യാർത്ഥി മരിച്ച കാര്യം കണ്ണൂരിലെ തന്നെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിച്ചറിയിക്കാൻ 2.5 മണിക്കൂർ വേണമോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ ഡോക്ടർ BR അംബേദ്കറിന്റെ ജന്മദിനം കൂടിയാണ്.
നോക്കൂ, എല്ലാ മനുഷ്യരും തുല്യനീതി ആഗ്രഹിച്ചുകൊണ്ട് ക്ലാസ് റൂമിൽ ഇതുപോലെ അപമാനിക്കപ്പെട്ട് ചാക്കിലിരുന്ന് പഠിച്ച് ഒരു ജനതയ്ക്ക് വേണ്ടി മുഴുവൻ ഭരണഘടന എഴുതിയ മനുഷ്യനാണ് ഡോക്ടർ BR അംബേദ്കർ. ഈ മഹാത്മാ അയ്യങ്കാളിയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, 112 വർഷങ്ങൾക്ക് മുമ്പ് 1.5 വർഷക്കാലം പട്ടിണി കിടന്ന് സമരം ചെയ്തിട്ടാണ് ഈ സമുദായം ക്ലാസ് മുറികളിലേക്ക് കയറി ചെന്നിട്ടുള്ളത്. അന്ന് പഞ്ചമിയെ ബെഞ്ച് കത്തിച്ചെങ്കിൽ ഇന്ന് കറക്റ്റ് ആയിക്കൊണ്ട് കഴുത്തിൽ കുറുക്ക് കയറിട്ടുകൊണ്ടും കൊന്നുകൊണ്ടുമാണ് ഈ ജനതയോട് ഇവർ പ്രതികാരം ചെയ്യുന്നത്. ഈ സംഗീത നമ്പ്യാരും ഡോക്ടർ റാമും അല്ല, ഞാൻ പറഞ്ഞ ഡോക്ടർ റാമും സംഗീത നമ്പ്യാരും മാത്രമല്ല, എല്ലാം കണക്കാന്നാ പറയുന്നത്. ഈ പറയുന്ന ഇപ്പൊ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു വരുത്തി എല്ലാവരും ഈ പറയുന്ന ഓരോ വൃത്തികേട് പറഞ്ഞ് വേട്ടയാടുമ്പോൾ പുറത്ത് പറഞ്ഞ കയ്യും കാലും വിട്ടുന്ന വിരട്ടുമ്പോഴത്തേക്ക് നിർത്തറാ നിന്റെ വൃത്തികെട്ട വാക്കെന്ന് പറയാൻ ഒരു അധ്യാപനം അവിടെ ഇല്ലല്ലോ. അപ്പൊ എല്ലാവരും കണക്കാ. ദിനു രണ്ടുപേരെ മാത്രം കുറ്റം പറയണ്ട. രാഹുൽ ഈശ്വർ ഇന്ന് ആ ബോഡി കൊണ്ടുവച്ചത് വാടക വീട്ടിലാണ്. അച്ഛൻ പെയിന്റ് പണിക്കാരനാണ്, അമ്മ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്ന പാവമാണ്, ഒരു സർജറി കഴിഞ്ഞാണ്. ആ വാടക വീട്ടിലെ മേശപ്പുറത്ത് കൊണ്ട് വെച്ചതാണ്. സ്വന്തമായി ഒരു സ്ഥലമില്ലാത്ത കാരണം അടുത്തുള്ള പറമ്പിലാണ് ഇന്ന് അവൻ്റെ അവിടെ കുഴിപാടം കുത്തിയത്. രാഹുൽ ഈശ്വർ, ഈ സമയമായിട്ടും ഇവിടെ സാംസ്കാരിക കേരളത്തിൽ ഞെട്ടലില്ല. ആർക്കും കവിത എഴുതണ്ട. ഈ ഏതെങ്കിലും ഒരു പുക്കാസ കോക്കാസ ബുദ്ധിജീവികൾക്കൊന്നും എല്ലാം വായിൽ പോട്ടെ, എല്ലാം മിണ്ടാതിരിക്കുകയാണ്. എന്താ ജസ്റ്റിസ് ഫോർ നിതിൻ രാജ് എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിൻ എവിടെയുമില്ല. അവിടെ ധർമ്മടത്താണ്, ഇവിടെ പാർട്ടിക്കോട്ടയില്ല. അവിടെ CPM പ്രതിഷേധമില്ല, കോൺഗ്രസ് പ്രതിഷേധമില്ല, SFIക്ക് ഇല്ല, ഈ പറഞ്ഞ KS എല്ലാവരും കൊണ്ട് ഒരു റീത്ത് പേര് കൊണ്ട് വെച്ചിട്ട് പോയി അവിടെ വന്നിട്ട് മൊത്തം ആർക്കും ഒരു പ്രശ്നവുമില്ല. ഒരു പാവം പിടിച്ചവൻ, ഒരു സാധു വിദ്യാർത്ഥി അധ്യാപകരാൽ വേട്ടയാടപ്പെട്ട് ആത്മഹത്യ ചെയ്ത അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ദിവസമാണ് ഇന്ന്. എന്താണ് നിശബ്ദത രാഹുൽ? എന്താണ് കേരളത്തിൽ ഞെട്ടാത്തത് രാഹുൽ? ശ്രീ ഹാഷ്മി, അങ്ങയുടെ ഇൻട്രോ വളരെ ശരിയായി സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ വികാരത്തോട് പരിപൂർണമായി യോജിക്കുകയാണ്. ആദ്യം തന്നെ നിതിൻ രാജിന് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക്, ഈ ഏറ്റവും നമുക്കൊക്കെ മക്കളുള്ളതാണ്, ഏറ്റവും വിഷമഘട്ടത്തിൽ അവരോടൊപ്പമാണ്. നമ്മുടെ സിസ്റ്റം അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ അച്ഛനും അമ്മയ്ക്കും കൺവിൻസ് ആകുന്ന രീതിയിൽ അന്വേഷണം നടത്തണമെന്നും തെറ്റുകാരെ കണ്ടെത്തിയാൽ ശക്തമായി ശിക്ഷിക്കണമെന്നുമാണ് നമ്മൾ എല്ലാവരും വേണ്ടത്. ശ്രീ സണ്ണി എം കബിക്കാട് സാറും ശ്രീ ദിനുവും പറഞ്ഞ സെന്റിമെന്റ്സിനോട് പൂർണ്ണമായി യോജിക്കുകയാണ്. 1-2 സണ്ണി സാറ് പറഞ്ഞ വാക്കുകളോട് വിയോജിപ്പുണ്ടെങ്കിലും ആ സെന്റിമെന്റ്സിനോട് പൂർണ്ണമായും യോജിക്കുകയാണ്. ഈ ജാതീയത എന്നൊരു പ്രശ്നം നമ്മുടെ ഹിന്ദു സമൂഹവും ഇന്ത്യൻ സമൂഹവും മറികടക്കേണ്ട ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദനൊക്കെ ഒരു നൂറ്റാണ്ട് മുമ്പ് കേരളം ഭ്രാന്താലയമാണെന്ന് നമ്മുടെ ജാതീയത കണ്ടിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് മറികടക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. UGCയുടെ കണക്കുകൾ പ്രകാരം 2019-20 കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ 173 ആയിരുന്നെങ്കിൽ 2023-24 അത് 118% വർദ്ധിച്ച് 378 ആയി എന്നാണ് കണക്കുകൾ പറയുന്നത്. സുഖ്ദേവോ തോറത്തിന്റെ റിപ്പോർട്ട് പ്രകാരം എയിംസിലടക്കം, അതായത് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ എയിംസിലടക്കം 85% SC/ST ദളിത് ആദിവാസി വിദ്യാർത്ഥികൾക്ക് തങ്ങൾ വ്യത്യസ്ത തലങ്ങളിൽ ലെയേഴ്സിൽ വിവേചനം നേരിടുന്നുണ്ട് എന്ന് പറയുന്ന ഒരു വിഷയം കൂടിയുണ്ട്. അവിടെയാണ് നേരത്തെ ശ്രീ മോഹൻരാജ് സാർ അടക്കം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അവഗണിക്കരുത്. തീർച്ചയായിട്ടും ഇതിന് പല ലെയേഴ്സ് ഉണ്ട്. ജാതീയത ഒരു വലിയ പ്രശ്നമാണ്, അതൊരു ലെയറാണ്. ടീച്ചേഴ്സ് ട്രെയിനിങ് ഒരു ലെയറാണ്. മെന്റൽ ഹെൽത്തിന്റെ ഒരു ലെയറാണ്. സോഷ്യൽ യൂണിറ്റി ഒരു ലെയറാണ്. ഇതിനെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് സമീപിക്കാം. ഇപ്പം ദിനു സമീപിക്കുന്നത് അംബേദ്കർജിയുടെ രീതിയിലാണ്, ഞാൻ സമീപിക്കുന്നത് ഗാന്ധിയൻ രീതിയിലാണ്. അനൈലേഷൻ ഓഫ് കാസ്റ്റ് എന്ന അംബേദ്കർജിയുടെ തത്വവും അല്ലെങ്കിൽ ഹാർമണൈസേഷൻ ഓഫ് കമ്മ്യൂണിറ്റീസ് എന്ന ഗാന്ധി തത്വവും, രണ്ട് വഴി പോയാലും ഈ ജാതീയതയുടെ ഇന്നും നമുക്ക് അതിജീവിക്കേണ്ട ഒരു പ്രശ്നമാണെന്നുള്ള വിഷയത്തിൽ എനിക്ക് തോന്നുന്നില്ല ആർക്കും പ്രശ്നമുണ്ടെന്ന്. നമ്മൾ കേരളത്തെ അടച്ചാക്ഷേപിക്കുകയല്ല. കേരളം ഇപ്പം മതസൗഹാർദ്ദം പോലുള്ള കാര്യങ്ങളിൽ നമ്മൾ നമ്പർ 1 ആണ്. പക്ഷേ ജാതീയത പോലുള്ള ഒരു കാര്യങ്ങളിൽ ഇനിയും അന്തർധാരയായി, അന്തർലീനമായി, സബ് കോൺഷ്യസ് അബോധ തലത്തിൽ ജാതീയതയുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കാസ്റ്റീസത്തിന്റെ ഒരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നതിൽ ഒരു തെറ്റുമില്ല. അത് ആർക്കും എതിരെയല്ല. അത് ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും ഒരു പേര് പറയുമ്പോൾ നമ്പ്യാർ ഇടയ്ക്ക് എടുത്തു പറയണം എന്നുള്ള ഉദ്ദേശത്തിലല്ല പറയുന്നത്. പകരം ഈ ഡോക്ടർ രാമാണെങ്കിലും ഡോക്ടർ സംഗീതയാണെങ്കിലും അടക്കം അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിശക്തമായി തന്നെ അവർക്കെതിരെ നടപടികൾ വേണം, ഒരു സംശയവുമില്ല. ഇനി ബാക്കി ഞാൻ 2 ഭാഗത്തെയും ആർഗ്യുമെന്റ്സ് കേട്ടു. വേറെ 1-2 ആംഗിളുകൾ ചിലർ പറയുന്നുണ്ട്, ഒരു ലോൺ ആപ്പിന്റെ കാര്യവും തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. സത്യം എന്താണെന്നറിയില്ല, വെളി വരട്ടെ. പക്ഷേ കാസ്റ്റീസം സംശയമില്ല. ഈ ലോൺ ആപ്പിൽ എന്തോ ഈ പറയുന്ന ലത ഏതോ അധ്യാപികയുടെ പേരെടുത്ത് ചുമ്മാ പറയുന്ന, അവൻ അമ്മയുടെ പേരാണ് ലത. ഒരു ലോൺ ആപ്പില്ല, ചുമ്മാ പച്ചക്കള്ളം. അത് പറയാൻ പോലും അറിയില്ല, പച്ചക്കള്ളം. ഞാൻ അങ്ങനെ ആംഗിളില്ല, അത് ഇവന്മാർ അടിച്ചോണ്ടാക്കുന്ന കള്ള പച്ചക്കള്ള ആംഗിളാ, പച്ചക്കള്ളത്തിന്റെ ആംഗിളാ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഈ സണ്ണി കവികളിലേക്ക് വരും മുമ്പ് അല്ലാതെ ലോൺ ആപ്പൊക്കെ വെറും പച്ചക്കള്ളം അടിച്ചിറക്കുന്ന. ഞാൻ സണ്ണി കവികൾ വരുന്ന മുമ്പ് ഗായകൻ വേടനോട് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം തേടിയിരുന്നു. വേടൻ ബാംഗ്ലൂരാണുള്ളത്. വേടന്റെ ആ പ്രതികരണത്തിലേക്ക്. കേരളത്തിലെ ജാതി സമൂഹത്തിന്റെ അവസാനത്തെ ഇരയാണ്
നിതിൻ. കേരളത്തിലെ പൊതുവിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജാതിയാണ് പഠിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി വന്ന ആ പയ്യനെ കൊന്നുകളഞ്ഞു. നിതിനും നിതിൻ്റെ അപ്പനും അമ്മയ്ക്കും നീതി കിട്ടിയിട്ടില്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് നീതി കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. ശരി, ശ്രീ സണ്ണി എം കബിക്കാട്, ഇവിടെ ആ വിദ്യാർത്ഥിയെ ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നു, എന്നിട്ട് ഈ പറയുന്ന അസഭ്യങ്ങളൊക്കെ പറയുന്നു, എന്നിട്ട് ഇവൻ്റെ മാർക്കിൽ ഇവൻ്റെ ആൻസർ ഷീറ്റിൽ എന്തോ ഒരു തെറ്റ് എന്താ ക്ലാസ്സിൽ മുഴുവൻ എല്ലാവരോടും വായിക്കാൻ പറയുന്നു, എല്ലാവരും ചിരിക്കണം, ചിരിച്ചില്ലെങ്കിൽ ഇവന് മാർക്ക് കുറയും. സണ്ണി എം കബിക്കാട്, ഈ അവൻ്റെ അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ എന്താണ് ഒരു സർജറി ഉണ്ടായി. ആ സർജറിയിൽ അമ്മ കിടക്കുമ്പോഴേക്കും ഇന്ത്യമാർ കട്ട് ചെയ്തിട്ട് പോയി കിടക്കുന്ന അമ്മയോട് പോയി പറ, അമ്മയ്ക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് പറയുന്നു. ഇവനൊക്കെ മനുഷ്യന്മാരാണോ പിശാചുക്കളാണോ ശ്രീ സണ്ണി എം കബിക്കാട്? ഞാൻ പറയുന്നൊരു കാര്യം, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഈ പറഞ്ഞത്, ഞാനും ദിനുവും പറഞ്ഞത് സെൻറ്റിമെൻറ്റ്സ് ആണെന്ന് തോന്നുന്ന രാഹുൽ ഈശ്വർ തിരുത്തേണ്ടതുണ്ട്. ഞങ്ങൾ സെൻറ്റിമെൻറ്റ്സ് അല്ല പറയുന്നത്. ഞങ്ങളൊരു സാമൂഹികമായൊരു യാഥാർത്ഥ്യത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം, അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്ന് മറ്റുള്ളവർ പറയുന്നതിൽ നിന്ന് ഭിന്നമായ ചില അഭിപ്രായങ്ങളാണ് പറയുന്നത്. അതിന് സെൻറ്റിമെൻറ്റ്സിൻ്റെ കാര്യമൊന്നുമില്ല. യാഥാർത്ഥ്യമാണ് പറയുന്നത്, സാമൂഹിക ശാസ്ത്രമാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കാസ്റ്റാണെന്ന് ഞങ്ങൾ നിർണയിക്കുന്നതും അതിൻ്റെ ഒരു യുക്തിയിലാണ്. അത് മനസ്സിലാക്കാൻ രാഹുൽ ഈശ്വർ ശ്രമിക്കേണ്ടതുണ്ട്. ഒരു വികാരപ്രകടനത്തിൻ്റെ കാര്യമല്ലിത്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം, അതായത് ഒരു കുട്ടിയെ എഴുന്നേൽപ്പിച്ച് നിർത്തുക, അവൻ്റെ ഒരു തെറ്റ് ക്ലാസ്സിൽ വായിക്കുമ്പോൾ എല്ലാവരും ചിരിക്കുക, ഇതൊരു ജാതി മനുഷ്യന് മാത്രം പറ്റുന്നൊരു കാര്യമാണെന്നാണ് ഞാൻ പറയുന്നത്. അതായത് തങ്ങളെന്തോ വലിയ ഉയർന്ന ജാതിയാണെന്നും ഇവൻ ആക്ഷേപിക്കപ്പെടാനും അപമാനിക്കപ്പെടാനും അർഹനാണെന്ന് തോന്നുന്ന ആ മനോനിലയുണ്ടല്ലോ, അതാണ് ജാതി എന്ന് പറയുന്ന കാര്യം. ഇത് അയാളിൽ മാത്രമുള്ളൊരു കാര്യമല്ല. അവിടെ സ്റ്റാഫ് റൂമിൽ വിളിച്ചു വരുത്തി എല്ലാവരും കൂടി കൂട്ടത്തോടെ ആക്രമിക്കുമ്പോൾ ഒരാളെങ്കിലും വേണ്ടേ? അത് പറ്റില്ല. നിങ്ങളങ്ങനെ പറയരുത്. അവൻ നമ്മുടെ വിദ്യാർത്ഥിയല്ലേ എന്ന് ചോദിക്കാൻ ഒരാൾ പോലും അവശേഷിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഇതിനകത്ത് ഈ നമ്പ്യാരെന്ന് അങ്ങനെയൊന്നും പറയരുതെന്ന് പറയേണ്ട കാര്യമില്ല. അത് പറയേണ്ടത് പറയുക തന്നെ ചെയ്യണം. അതിന് കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ കാസ്റ്റിനെ കാണേണ്ടത്, കാസ്റ്റ് എന്നത് ഒരു അധികാര വ്യവസ്ഥയാണ്. അതിൽ സവർണമെന്ന് കരുതുന്നവർ കീഴ്ത്തട്ടിനെ ആക്രമിക്കുവാനും അപമാനിക്കുവാനും അവരെ സഹോദരതുല്യം കാണാതിരിക്കുവാനും കൃത്യമായ പരിശീലനം കിട്ടിയവരാണ്. ഇതിനകത്തുള്ള ഒരു കാര്യം ഈ അധ്യാപകർക്ക് പരിശീലനം ഇല്ലാത്ത ഒന്നുമല്ല ഇതിൻ്റെ കാര്യം. ആരാ ഈ പരിശീലനം കൊടുക്കുന്നത്? ഇവരെ പോലുള്ളവർ തന്നെയാണ് അതിൻ്റെ സിലബസ് തീരുമാനിക്കുക. ഈ ഇന്ത്യക്കകത്ത് ഈ സിലബസിനകത്ത് എന്തുകൊണ്ടാണ് ഇന്ത്യൻ എഡ്യൂക്കേഷനകത്ത് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഒരു പാഠ്യ പദ്ധതിയായിട്ട് വരാത്തത്? എന്തുകൊണ്ടാണ് വരാത്തത്? ട്രെയിനിങ് അവർക്ക് മതിയായി മനസ്സിലാക്കി. നികിത, അങ്ങേയറ്റം സങ്കടം, അങ്ങേയറ്റം വേദന. നിങ്ങളുടെ ആ വേദനയിൽ ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു. ഞാൻ അന്വേഷണം നടത്തിയിടത്തോളം ഇത് നിതിൻ്റെ മാത്രം പ്രശ്നമല്ല. ഈ അധ്യാപകർ റാമും സംഗീത നമ്പ്യാരും മാത്രമല്ല, അവർ ടാർഗറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളോട് മുഴുവൻ ഇത്തരത്തിൽ അസഭ്യം പറയുക, ഇത്തരത്തിൽ അവരെ കൊല്ലാക്കൊലയ്ക്ക് എഡ്ജിലേക്ക് തള്ളി നിർത്തുക എന്നത് ഇവരുടെ ഒരു ശീലമാണെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് ആലോചന? ഈ അധ്യാപകർ അവിടെ തുടർന്നാൽ ഇനിയും ഒരുപാട് വീട്ടകങ്ങളിൽ ഒരുപാട് നിതിന്മാരെ അവർ അമ്മമാർക്ക് നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. നികിത, അതെ സാർ, തീർച്ചയായും സാർ, തീർച്ചയായും. ഇനിയും ഇതുപോലുള്ള അധ്യാപകരെ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഇനി ഇതുപോലുള്ള കുട്ടികൾക്ക് ഇതിനേക്കാൾ വലിയ അപകടങ്ങൾ ഉണ്ടാവാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. നോമ്പ് പിടിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും അയാൾ വെള്ളം കൊടുക്കുന്നു, അതുപോലെ കുട്ടികളെ ആക്ഷേപിക്കുന്നു. അത് പേപ്പർ എടുത്തുകൊണ്ടൊന്ന് വായിക്കാൻ എഴുതാൻ അറിഞ്ഞൂടെ? വായിക്കാനും എഴുതാനും അറിഞ്ഞുകൂടാത്ത കുട്ടികൾ എങ്ങനെയാണ് ഇതുവരെ എത്തുന്നത്?
വായിക്കാനും എഴുതാനും അറിഞ്ഞുകൂടാത്ത കുട്ടികൾ. ഞാൻ ഇവിടെ ടാർഗറ്റ് ചെയ്യുന്ന കുട്ടികളാരും ജീവനോടെ പുറത്ത് പോകില്ല. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് തമ്മിലടിച്ച് നമ്മൾ പുറത്ത് നിന്ന് തമ്മിൽ തീർക്കാടാ എന്ന്. ഇത് സെക്കൻഡ് ടൈം. ഫസ്റ്റ് ടൈം ഇവൻ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഞാൻ വെളിയിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കാറിടിച്ച് നിന്നെ ഞാൻ കൊല്ലും എന്ന് ഇതിന് മുന്നേ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഇവനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് വെച്ചതെന്ന് അറിയത്തില്ല. ഇനി കാസ്റ്റിൻ്റെ പേരിലായോണ്ടാണോ, ഈ കാസ്റ്റിലുള്ള കുട്ടി ഇങ്ങനെ ഫസ്റ്റ്, അതായത് ഇത്രയും ക്ലാസ് ഫസ്റ്റായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഈ ക്ലാസ്സിൽ, അതായത് ബി ബാച്ചാണ് ഇവർ. AB എന്നുള്ള ബാച്ചിൽ ഇവൻ B ബാച്ചാണ്. B ബാച്ചിൽ ഈ കാസ്റ്റിൽ ഇത്രയും നല്ല പഠിക്കുന്ന ഒരു കുട്ടി ആയതുകൊണ്ടാണ് അവരിങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അല്ല, പുറത്ത് വെച്ച് വണ്ടി ഇടിച്ച് കൊല്ലുമെന്ന് വരട്ടുന്നത് ഈ റാം തന്നെയാണോ? ഇവിടെ വന്ന് റാം തന്നെയാണ് വണ്ടി ഇടിച്ച് കൊല്ലും, നിന്റെ കൈയെ വെട്ടിയെടുക്കും എന്ന് ഇയാൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇയാളാണോ കൊന്ന് ഒരു 5ാമത്തെ നിലയിൽ നിന്ന് സൂയിസൈഡ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് എന്തായാലും നല്ല രീതിക്ക് ഒരു ഇഞ്ചറി ഉണ്ടാവേണ്ടതാണ്. ഇത് ഇയാൾ എന്തോ ചെയ്തിട്ട് ഇയാൾ കൊന്നതാണ്. അത് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കാര്യം അവ അന്ന് കരഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഫോണിൽ സംസാരിച്ചത്. ഇയാൾ എന്തിനെന്നെ ഇങ്ങനെ ഇത്രയും അപമാനിച്ചു, അമ്മയെ എന്തിനിങ്ങനെ പറഞ്ഞു, അച്ഛനിങ്ങനെ പറഞ്ഞു, നിൻ്റെ പാരൻസ് മീറ്റിങ്ങിന് വരാത്തതുകൊണ്ട് നിൻ്റെ C മാർക്ക് 3 മാർക്ക് ഞാൻ കട്ട് ചെയ്യോടാം. നിൻ്റെ പാരൻറ്റിനെ വിളിച്ചിട്ട് പറ, സർപ്രൈസ് കൊടുക്കുക അവർക്ക്. 3 മാർക്ക് മോൻ്റെ മാർക്ക് ഞങ്ങളിങ്ങ് എടുത്തു. ഇവൻ ക്ഷമിച്ച് അങ്ങേയറ്റം എത്തിയതിന് ശേഷമാണ് ഇവൻ ഷൗട്ട് ചെയ്ത് സംസാരിച്ച് ഇയാൾക്ക് പിന്നെ ക്ലാസ്സിൽ നിൽക്കാൻ പറ്റുന്നില്ല. അതായത് നാണക്കേടായ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് ഇയാൾ അവനെയും വിളിച്ചിട്ട് ഷർട്ടിൻ്റെ ഹോളൽ പിടിച്ചുകൊണ്ട് പോയി സ്റ്റാഫ് റൂമിൽ പോയി എഴുതി മേടിച്ചു. അതായത് ഇന്നലെ നടക്കുന്ന ഡെൻ്റൽ അനാട്ടമി എക്സാമിൻ്റെ കൂടെ ഫസ്റ്റ് സെം എക്സാമും കൂടെ എഴുതി കൊടുക്കുക. അത് പറഞ്ഞ് എനിക്കങ്ങനെ എഴുതാൻ പറ്റില്ല, 2 ഡേറ്റ് തന്നാലേ എനിക്ക് എഴുതാൻ പറ്റും, എനിക്ക് ഒരുമിച്ച് പഠിക്കാൻ പാടാണ്, 2 ഡേറ്റ് തന്നാലേ എനിക്കത് പഠിക്കാൻ പറ്റുള്ളൂ. ഇയാളത് സമ്മതിച്ചു കൊടുത്തില്ല. 1 ഡേറ്റ് തന്നെയാണ് ഇവൻ എക്സാം ഇട്ടിരിക്കുന്നത്. അതായത് ഇന്നലെ ഇവ എഴുതേണ്ട എക്സാം 2 എക്സാമായിട്ടാണ് എഴുതുന്നത്. അതായത് ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും. എത്രയോ സ്റ്റുഡൻസ് ആ ക്ലാസ്സിൽ തോറ്റ്. ഇയാള് തോപ്പിക്കാന്നാ പറഞ്ഞു. ഇവര് കമാന്ന് മറുത്തൊരക്ഷരം പറയുന്ന ആളെ തോപ്പിച്ച് അവരുടെ ഭാവി ഇല്ലാതാക്കുമെന്ന് ഉറപ്പാക്കുന്ന ഒരു സംഘം അധ്യാപകരാണ് കേട്ടോ ഇവര്. പ്രാക്ടിക്കലിന് ജയിക്കുകയാണെങ്കിൽ ഇവർ പ്രാക്ടിക്കലിന് തോപ്പിച്ച തിയറിയിൽ തോപ്പിക്കും. ഇവര് അതായത് പിള്ളേരെ മുന്നോട്ട് പോവാൻ സമ്മതിക്കൂല. അയാൾ തന്നെ തോപ്പിച്ചുകൊണ്ടേ ഇരിക്കും. അയാൾ പറയണതാണ് അവിടെ എല്ലാവരും, അതായത് മെഡിക്കൽ കോളേജല്ല, ഡെന്റൽ കോളേജിൽ അയാൾ തീരുമാനിക്കും, ബാക്കി എല്ലാവരും അനുസരിക്കും. നികിത എല്ലാ ദിവസവും അവൻ ഫോണിൽ വിളിക്കുമായിരുന്നു കേൾക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ക്ലാസ്സിലെ അധിക്ഷേപത്തിന്റെ പീഡനത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നോ? ഈ പുഴുത്ത പട്ടി എന്നൊക്കെ ഇയാൾ ക്ലാസ്സിൽ വിളിച്ചിരുന്ന വാക്കുകളാണോ നികിത? അതെ, എല്ലാ രീതിക്ക് പീഡനത്തിന്റെ കാര്യം. പിന്നെ എന്തുകൊണ്ടാണ് സിക്ക് റൂമിൽ കൊണ്ട് കിടത്തിയതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഒറ്റയ്ക്ക് ഒരു റൂമിൽ എന്തിനാണ് കൊണ്ട് കിടത്തിയത്? അതൊരു ആൺകുട്ടി, ഒരു പെങ്കൊച്ചാണെങ്കിൽ ആൺകൊച്ചാണെങ്കിൽ ഒറ്റയ്ക്ക് കിടത്താൻ പറ്റുമോ? ഞങ്ങൾ ഫീസ് കൊടുത്തിട്ടല്ലേ അവിടെ നിൽക്കുന്നത്? എന്ത് റിസർവേഷൻ്റെ അടിസ്ഥാനത്തിലാണോ? അതോ ഞങ്ങൾക്ക് ഗ്രാൻഡ് വരുന്നതുകൊണ്ട് മാറ്റി നിർത്തിയതാണോ? ഗ്രാൻഡ് വന്നതിന് ശേഷം ഒരുമിച്ച് കിടത്താന്നുള്ള രീതിക്കാണ്. സിക്ക് റൂമിൽ എന്തിനാണ് പേഷ്യൻസ് വന്ന് കിടക്കുന്നത്? അതായത് എന്തെങ്കിലും എമർജൻസി പേഷ്യൻ്റ് വന്ന് കിടക്കുന്ന റൂമല്ലേ അത്? എന്നിട്ട് ഞങ്ങളത് റിക്വസ്റ്റ് ചെയ്ത്, അങ്ങനെ പറ്റത്തില്ല, ആദ്യമേ കിടന്ന റൂം തന്നെ ഇവർ വേണം എന്ന് ഞങ്ങളവിടെ റിക്വസ്റ്റ് ചെയ്ത് ഞങ്ങളത് ഇവിടെ വിളിച്ച് പറഞ്ഞു. കമൽ എന്ന് പറയുന്ന സാർ, അതായത് വാർഡൻ ജോബി എന്ന് പറയുന്ന സാറിൻ്റെ അടുത്ത് ഞാനാണ് വിളിച്ച് സംസാരിച്ചത്. 2 പേരുടെ വിളിച്ച് സംസാരിച്ചു. അതുപോലെ അച്ഛൻ വിളിച്ച് സംസാരിച്ചു, ചേട്ടൻ വിളിച്ച് സംസാരിച്ചു, ഞങ്ങൾ 3 പേരും വിളിച്ച് സംസാരിച്ചു. ആ റൂം പറ്റത്തില്ല, അവൻ കിടന്ന റൂം തന്നെ കൊടുക്കണം. ഈ കിടന്ന റൂമിൽ നിന്നും സാധനങ്ങൾ, ഈ കബോർഡ് ഉൾപ്പെടെ ബെഡ് വരെ മടക്കി കൊണ്ടുവന്ന് ഒരു പൊടിയടിക്കുന്ന റൂമിലേക്ക് തള്ളി നീക്കിയിട്ടു. കാര്യം ഇനി ഇവ അവിടെ പഠിക്കാൻ വരൂല എന്നുള്ള രീതിക്കാണ് അവരത് ചെയ്തത്. പക്ഷെ അവൻ വീണ്ടും അവിടെ പഠിക്കാൻ വന്നത് ഇഷ്ടപ്പെട്ട് കാണൂലായിരിക്കും. അതായിരിക്കും അയാൾ ഇത്രയും അവനെ ടോർച്ചർ ചെയ്ത് കൊന്നത്. നികിത, ഇത് അവന് എത്രയായാലും ആ ക്ലാസ്സിൽ പഠിച്ച കുട്ടിയാണ്. ആ ക്ലാസ്സിൽ പഠിച്ച ഒരു കുട്ടി പോലും ഈ പറയുന്ന വീട്ടിലേക്കൊന്ന് വരിക. അധ്യാപകർ പോട്ടെ, അധ്യാപകർ ഇത്രക്കാരാണ്. ഈ നിതിൻ മരിച്ചതിൽ ഈ പറയുന്ന റാമിൻ്റെയോ അല്ലെങ്കിൽ ഈ സംഗീത നമ്പ്യാരുടെയോ അവിടുത്തെ ഒരൊറ്റ ഒരുത്തൻ്റെ അധ്യാപകൻ്റെ ഉള്ളിൽ വേദനയുടെ തരിമ്പില്ലെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാം. പോട്ടെ, അവർ വരില്ല. ഒരു കുട്ടി പോലും വരുന്നില്ല വീട്ടിലേക്ക്. എന്തുകൊണ്ടാണത്?
വരുന്നില്ല. ഇല്ല. എന്തുകൊണ്ടാണ് വരുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പേടിപ്പിച്ച പിള്ളേരെ നിർത്തും. ആ പിള്ളേർ അത് ചെയ്യണം. അത് ഇതിനു മുന്നേ ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ഇൻസ്പെക്ഷന് വന്നിരുന്നു ഇതിനു മുന്നേ. അപ്പോഴിവർ ഈ ക്ലീനിങ് സ്റ്റാഫ് ക്ലീനിങ് ഒന്നും ചെയ്യത്തില്ല. ബാത്റൂം ടോയ്ലറ്റ് സൗകര്യങ്ങളൊന്നും അവർക്കില്ല. ഒരു ടോയ്ലറ്റ് തന്നെ ഉണ്ടെങ്കിൽ മണിക്കൂറോളം സ്റ്റുഡൻ്റ് അവിടെ നിന്ന് അന്ന് ഇൻസ്പെക്ഷൻ ഇതുപോലെ ഏതോ ഒരു പെങ്കൊച്ച് കംപ്ലൈൻറ്റ് കൊടുത്ത് ഇൻസ്പെക്ഷന് വന്നപ്പോഴത്തേക്കും അവിടെ ക്യാൻറ്റീനിൽ നിന്ന് ക്ലീനിങ് സ്റ്റാഫും അവരെല്ലാം കൂടെ ചേർന്ന് ഇവൻ്റെ ബെഡ് ഉൾപ്പെടെ ക്ലീൻ ചെയ്ത് തുടച്ച് തൂത്ത് നീറ്റാക്കിയിട്ടിരിക്കുന്നു ഹോസ്റ്റൽ. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും ഇത് അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പണി പോവും, ഇത് നിങ്ങൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഇവിടെ പഠിക്കാൻ സമ്മതിക്കൂല, അല്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയും, ഇതാണ് ഇയാളുടെ ഭീഷണി. ഇത് വന്ന് അവൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അന്ന് പറഞ്ഞതാണ് നമുക്ക് മെയിൽ അയക്കാം, വീണ ജോർജ് മാമിന് നമുക്ക് മെയിൽ അയക്കാം എന്ന് പറഞ്ഞതായിരുന്നു. അവൻ തന്നെ പറഞ്ഞു വേണ്ടടി എനിക്കൊരു ഇഷ്യൂ ഉണ്ടാവും, ഞാൻ ഇനി ഇവിടെ പഠിക്കേണ്ട കൊച്ചല്ലേ എന്നുള്ള പറഞ്ഞു അവ. ഇനി ഇൻസ്പെക്ഷന് കയറി പിന്നെ സിക്ക് റൂമിൻ്റെ കാര്യം പുറത്ത് പറയരുതെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെയാണ് കിടക്കുന്നതെന്നുള്ള കാര്യം പറയരുത്. കാര്യം ഒരു കുട്ടിയെ പോലും സിക്ക് റൂമിൽ കിടത്താനുള്ള അവകാശം അവർക്കില്ല. അവന് ഇത് വന്നിരുന്നാൽ അവിടെ ഗ്രാൻഡ് ആണെങ്കിൽ പോലും ആ ക്യാഷ് അവിടെ കൊടുത്താലല്ലേ അവന് എക്സാം എഴുതിക്കുള്ളൂ, അല്ലാതെ അവനെ വെറുതെ അല്ലല്ലോ അവർ എക്സാം എഴുതിപ്പിക്കണത്. നികിതയാണ് സഹോദരി. നമ്മൾ വേദനയുടെ സമയമാണ് നമ്മൾ വിളിച്ചിരുത്തുന്നത് പോലും ശരിയല്ല. താങ്ക് യു നികിത. എന്തായാലും അതാണ് അവസ്ഥ അവിടെ. എന്താണ് അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് പഠിച്ച് ചെറിയ പൈസ ഉണ്ടാക്കി അവനെ ഒരു മോൻ രക്ഷപ്പെട്ട് വരണം എന്ന ആഗ്രഹത്തിൽ പഠിപ്പിക്കുന്നതാണല്ലോ. അവിടെയാണ് ആ വാടക വീട്ടിൻ്റെ മേശപ്പുറത്ത് ഈ മൊബൈൽ മോർച്ചറിക്ക് എന്താണ് അതിൻ്റെ മുകളിൽ അവൻ പഠിച്ച കാലത്തെ ID കാർഡൊക്കെ വെച്ചുകൊണ്ട് അച്ഛൻ്റെ കാര്യത്തിൽ അമ്മയുടെ വിലാപം താങ്ങാൻ പറ്റുമോ? വളരെ പെട്ടെന്ന് തിരികെ ഇവിടെ വളരെ ശേഷം ഇതിൻ്റെ സഹോദരൻ നികിത തുടരുന്നുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വിട്ടേക്കാം. നികിത, ഈ നേരത്തെ ദിനുവയിൽ പറയുകയായിരുന്നു മരിച്ച ഇത്ര അധികം സമയം പറയാൻ വൈകൽ എന്തിനാണ്? ആദ്യം പറയുമ്പോൾ അപകടമെന്ന് കള്ളം പറയുന്നത് എന്തിനാണ്? മൊത്തത്തിൽ ആ വിഷയത്തിൽ എന്തോ ദുരൂഹതയുണ്ട്. നിങ്ങൾ സംശയിക്കുന്നത് പോലെ അത് കൊലപാതകമാവാതിരിക്കാൻ ഒരു കാരണവും ചിലപ്പോൾ കാണില്ല. അതിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് കരുതാമോ നികിത? ഉണ്ടാകണം സാർ. അവന് നീതി വേണം, നീതി കിട്ടണം. കാര്യം അത് കൊലപാതകം തന്നെയാണ്. ഈ കൊലപാതകം അല്ലെങ്കിൽ 5ാമത്തെ നിലയിൽ നിന്ന് ചാടുന്ന ഒരു കുട്ടിക്ക് ചെറിയൊരു മുറിവായിരിക്കുമോ വരുന്നത്? ആ കൊച്ചിൻ്റെ തലയ്ക്ക് എന്തെങ്കിലും ഇതെങ്കിലും വരണ്ടേ? 5ാമത്തെ നിലയിൽ നിന്ന് ചാടുന്ന ഒരു കുട്ടിയുടെ തല ഒന്നുകിൽ എന്തായിരുന്നാലും നല്ല രീതിക്ക് ഒരു സൈഡ് ഇടിച്ച് വീണ്ടെന്നാൽ ആ സൈഡ് ഫുള്ളും പോവേണ്ടതല്ലേ? ഇത് അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് കണ്ണിൻ്റെ അവിടെ മാത്രം. അതായത് നമ്മൾ ചിറ്റുകൾ എങ്ങനെയാണോ കൊണ്ടടിക്കുന്നത് അതേപോലെയാണ് കിടക്കുന്നത്. അവനെ കൊന്നതാവാൻ തന്നെയാണ് ചാൻസ്. എന്തോ 11 അന്വേഷണ സംഘം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഈ 11 അന്വേഷണ സംഘം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അന്വേഷണ സംഘം ഉണ്ടെങ്കില്ല നികിത, ഈ ദിവസങ്ങൾ നമ്മൾ ഇവർക്കൊക്കെ കുട്ടികൾക്ക് ഭയമാണ്. പക്ഷെ പലരും നമ്മളോട് മിണ്ടുന്നുണ്ട്. പെൺകുട്ടികളെ പറ്റി പറയാൻ കൊള്ളരുതാത്ത വർത്താനം ഈ അധ്യാപകർ പരസ്പരം പറഞ്ഞു കേട്ട വിദ്യാർത്ഥിയോട് സംസാരിച്ചു ഞാൻ നികിത. പെൺകുട്ടികളെ പറ്റി പറയാൻ പാടില്ലാത്ത വൃത്തികേട്, ബോഡി ഷേമിങ് ഈ അധ്യാപകർ പരസ്പരം. അപ്പോൾ ഇവരെന്താണ് അവിടെ നടത്തുന്നത്? ആരും പ്രതികരിക്കാത്തത് എന്താ? എല്ലാ സ്റ്റുഡൻസിനെ അവർ ബോഡി ഷെയിം ചെയ്യുന്നുണ്ട്. പേടിയാണ്, കൊല്ലുമോ എന്നുള്ള ഭീഷണിയാണ്. അത് പ്രതികരിച്ചു, കൊന്നു. അതാണ് ഇപ്പോഴും നടക്കുന്നത്. കൊലപാതകം തന്നെയാണ്. പ്രതികരിക്കാൻ അവിടെയുള്ള സ്റ്റുഡൻസിന് പേടിയാണ്. ഈ ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് പോലും അയാളുടെ അടുത്ത് പ്രതികരിക്കാൻ പേടിയാണ്. പിന്നെ ഓരോ ഇയറിൽ വെച്ചിട്ടും HOD മാറുന്നുണ്ട്. പക്ഷേ എല്ലാ HODയും ഇങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്തായാലും ഫസ്റ്റ് ഇയറിലെ HOD ഡോക്ടർ റാം, ഇയാൾ നല്ല രീതിക്കും കുട്ടികളെ നല്ല രീതിക്കും ഇയാളുടെ ക്ലാസ്സിന് ഇവനിരിക്കാൻ പേടിയാണ്. ആഴ്ചയിൽ 2 ദിവസം ഇയാളുടെ ക്ലാസ് ഉള്ളൂ, ബാക്കി പ്രാക്ടിക്കലാണ് വരുന്നത്. ഇവൻ്റെ ക്ലാസ്സുള്ള ടൈമിൽ ഇവൻ പോകില്ല. പിന്നെ അറ്റൻഡൻസ് ഷോർട്ടേജ് ആവുമോ എന്നുള്ള പേടിയും എക്സാം എഴുതാൻ പറ്റാത്തതിൻ്റെ പേടിയും കൊണ്ടാണ് ആ കൊച്ച് അവിടെ പോയിരുന്ന. അതും അയാളുടെ മുഖത്തൂക്കം പേടിയായതുകൊണ്ട് എഴുതും. ഇയാൾ പറയുന്ന നോട്ട്സൊക്കെ എഴുതും. കാര്യം എന്തോന്നാണ്, എന്തേലും ഇനി പറയോ? ഇവിടുന്ന് പോയപ്പോഴേ പറഞ്ഞിട്ടുണ്ട് റാമിന് എനിക്ക് പേടിയാണ്, എന്തേലും അയാൾ എന്തേലും ചെയ്യുമോ എന്ന്. ഇത് റാമിൻ്റെ 2-3 സ്റ്റാഫുകളുണ്ട്. അതായത് ഡോക്ടർ സംഗീത 2-3 പേരുണ്ട്. എനിക്ക് പേര് കറക്റ്റ് അറിയത്തില്ല അവരെല്ലാം ഇതുപോലെ എഴുതി തന്നതിന് ശേഷം, അതായത് ഇവൻ്റെ കയ്യിൽ നിന്നും ആ പേപ്പർ എഴുതി വാങ്ങിച്ചിട്ടല്ലാതെ അവനെ പുറത്തോട്ട് വിട്ടില്ല. എക്സാം നീ എഴുതി തരണമെന്നുള്ളത്.
എക്സാം എഴുതി. മറ്റു കുട്ടികൾക്ക് എന്താണ് ഇത് ബാധകമാവാത്തത്? ഇതിനേക്കാളും തോറ്റ കുട്ടികളല്ലേ അവിടെ ഉള്ളത്, എന്തുകൊണ്ടാണ് മറ്റു കുട്ടികൾക്ക് അത് ബാധകമായില്ല? അതാണ് ഞങ്ങൾ അന്നും അവൻ എൻ്റെ അടുത്ത് ഇതാണ് ചോദിച്ചത്, മറ്റു കുട്ടികൾക്ക് എന്താ അത് ബാധകമാവാത്തത്? ഓക്കെ നികിത, ഈ വൃത്തികെട്ട ജാതിക്കോട്ടയിലെ ഈ ജാതി പ്രിയന്മാരെ അധ്യാപകരുടെ പേരുകൾ അവിടുത്തെ കുട്ടികൾ തന്നെ നമുക്ക് അയക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികളുടെ ഇനി പേര് വല്ലതും പുറത്താവുമോ, അതിന് അടുത്തൊരു നിതിനെ കൂടി കാണേണ്ടി വരുമോ എന്ന ഭയം കൊണ്ട് ഞാൻ വായിക്കാത്തതാണ്. അവിടുത്തെ കുട്ടികൾ സംസാരിക്കുന്നുണ്ട്. അന്വേഷണ സംഘത്തെ നട്ടലുണ്ടെ കണ്ടുപിടിക്കട്ടെ. 11 സംഘം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. താങ്ക് യു നികിത. സണ്ണിയം കവിക്കാട്, താങ്കൾ പറഞ്ഞു വരും, തുടർന്നോളൂ. അതോടൊപ്പം തന്നെ എവിടെയാണ് കേരളത്തിലെ സൈദ്ധാന്തിക അക്കാദമിക ബുദ്ധിജീവി ലോകം? ആർക്കും പറയാനില്ലാത്ത എന്താണ്? ആർക്കും ഹാഷ്ടാഗ് ജസ്റ്റിസ് ഫോർ നിതിൻ ഇല്ലാത്ത എന്താണ്? ആർക്കും കവിത എഴുതണ്ടാത്ത എന്താണ്? ആർക്കും പുരോഗമനം ഇല്ല മറ്റേത് പറയേണ്ടാത്ത എന്താണ് നിശബ്ദത? സണ്ണിയം കവിക്കാട്. എന്ത് നിശബ്ദത? ഇത് എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണെന്നേ. നമ്മൾ അത് കേരളത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങളെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്ന ആർക്കും ഇക്കാര്യത്തിൽ ഞെട്ടലില്ല. ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മൗനം പാലിക്കേണ്ടതാണെന്ന് നന്നായിട്ട് അറിയാവുന്ന സാമൂഹിക ജീവികളാണ് കേരളത്തിലെ സാംസ്കാരിക നായകന്മാരെന്ന് വിളിക്കപ്പെടുന്ന കക്ഷികൾ. അവരാരും രംഗത്ത് വരില്ല. ഇവിടെ ആദിവാസികൾ കൊല്ലപ്പെടുമ്പോഴും അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ ഈ സവർണ വിഭാഗങ്ങളിൽ നിന്ന് ആരെങ്കിലും ആണ് ആക്രമിക്കപ്പെടുന്നതെങ്കിൽ അവർ വളരെ പെട്ടെന്ന് രംഗത്ത് വരികയും ചെയ്യും. ഞാനിത് പറയുന്നത് കൊണ്ട് ഞാനെന്തോ വലിയ സവർണ വിരോധമാണ് പറയുന്നത് എന്നതാണ് പലരും മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നത് അകത്തേക്കൊന്ന് നോക്കിയാൽ മതി, സ്വയം അകത്തേക്കൊന്ന് നോക്കിയാൽ ആ കുറ്റകൃത്യം എന്താ അത് മനസ്സിലാവും. ഇവിടെ എനിക്ക് പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, നിതിൻ്റെ സഹോദരിയുടെ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതീവ ഗുരുതരമായ കുറ്റകൃത്യത്തിലാണ് ഈ റാം നേതൃത്വം കൊടുക്കുന്ന സംഘം ഏർപ്പെട്ടിട്ടുള്ളത്. ഈ റാം ആരാന്നാണ് ഈ പറയുന്നത്? ഈ റാമിനെ അടിയന്തിരമായി നിയമ നടപടിക്ക് വിധേയമാക്കാൻ ഗവൺമെൻറ് ഉത്തരവാദിത്വമുണ്ട്. ഒരു ഭീകരമായി നിന്നെ കാറിടിപ്പിച്ച് കൊല്ലുമെന്ന് പറയുന്നു. സഹോദരി പറയുന്നൊരു കാര്യം, 5ാം നിലയിൽ നിന്ന് വീണാൽ ഇത്രയും പരിക്കല്ല ഒരു ബോഡിക്കുണ്ടാകേണ്ടതെന്ന് പറയുന്നു. നിസ്സാരമായ പരിക്കോടെ വരുമ്പോൾ അവർ സംശയം പ്രകടിപ്പിക്കുന്നു, എൻ്റെ സഹോദരനെ കൊന്നതാണ് എന്ന്. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് റാമാണ്. റാമിനെ അടിയന്തരം, ഇവൻ ഒളിവിലാന്നാണ് പറയുന്നത്. എവിടെ ഒളിവിൽ പോയെന്നാണ് പറയുന്നത്? ഇന്നത്തെ ഇത്രയും വലിയ സംവിധാനമൊക്കെ ഉള്ളപ്പോൾ ഇവരെ കണ്ടുപിടിക്കാൻ എന്താന്നേ പോലീസിന് എത്ര ബുദ്ധിമുട്ട്? വിതിൻ 12 hours വലിയ വലിയ കുറ്റവാളികളെ തെരഞ്ഞു പിടിക്കാൻ പറ്റുന്ന സംവിധാനം ഇവിടെ ഉള്ളപ്പോൾ ഈ റാമിനെ ഈ സംഗീത കണ്ടുപിടിക്കാൻ എന്താണെന്ന് ഇത്ര ബുദ്ധിമുട്ട്? താല്പര്യമില്ല എന്നാണ്. അതുകൊണ്ട് അത് വലിയ ഗുരുതരമായ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ അവിടെ SFIക്കാരുണ്ടോ മാർക്സിസ്റ്റുകാരുണ്ടോ ഇതൊന്നും നോക്കിയിട്ട് മനുഷ്യർക്ക് കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ല. ഇത്രയും ഭീകരമായ ഒരു അനീതി ഉണ്ടാകുമ്പോൾ അതിനോട് സഹകരിക്കുന്നവരെ എല്ലാം ഒരുമിച്ച് നിന്ന് ആ കുടുംബത്തിന് നീതി ഉറപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം മലയാളിക്കുണ്ട്. ഞാൻ മലയാളി സമൂഹത്തെ അപമാനിക്കുന്നു എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. എങ്ങനെ അപമാനിക്കാതിരിക്കുമെന്ന്? ഒരു പയ്യനെ കാറിടിപ്പിച്ച് കൊല്ലുമെന്ന് പറഞ്ഞ ഒരു കാരണവുമില്ലാതെ, അതാണ് തമാശ. ആ ചെറുക്കൻ, ആ പയ്യൻ നന്നായി പഠിക്കുന്ന പയ്യനാണ്. ആ സഹോദരി പറഞ്ഞ വാക്ക് കേട്ടോ, എൻ്റെ സഹോദരൻ പഠിക്കാതിരുന്നിട്ടല്ല, അതാണ് പ്രശ്നം. അവൻ ഈ പറയുന്ന എന്തോ അവരുടെ കണ്ണിൽ ജാതിയിൽ താഴ്ന്ന ഒരാൾ വന്ന് പഠിക്കുന്നു, മിടുക്കനാവുന്നു, നല്ല മാർക്ക് മേടിക്കുന്നു, സഹിക്കില്ല. അതാ പ്രശ്നം. ഇപ്പൊ അവൻ പഠിക്കാതെ ഒന്നിനും കൊള്ളാത്ത ഒരുത്തനെ മൂലയ്ക്ക് ഒതുങ്ങി ഈ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. അതിനെയാണ് ഞാൻ ഈ ജാതി എന്ന് വിളിക്കുന്നത്. ഈ മനോഭാവത്തെയാണ് ഈ ജാതി എന്ന് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നൊരു കാര്യം, ഇപ്പോൾ രോഹിത് ആക്ട് എന്ന് പറഞ്ഞ ആക്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് രോഹിതിൻ്റെ അമ്മ തന്നെ സുപ്രീം കോടതി വരെ പോയി. അവിടെ തന്നെ തടസ്സ ഹർജി വരുന്നു, അത് വഴിയാധാരമാകുന്നു. കർണാടകയിൽ അത് നടപ്പിലാക്കാൻ ഒരു ഇനിഷ്യേറ്റീവ് നടന്നിട്ട് അത് എവിടെയും എത്തുന്നില്ല എന്ന് മാത്രമല്ല, SC അട്രോസിറ്റീസ് നിയമം പോലെ ഒരു ക്രിമിനൽ ലോ ആയിട്ടല്ല, ഒരു സിവിൽ ലോ ആയിട്ടാണത് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തോ ആവട്ടെ, എന്നിട്ടും അത് ഫുള്ളായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോലും അതിന് കഴിയുന്നില്ല. ആരാണ് ഇതിന് തടസ്സം നിൽക്കുന്നത്? ഇതാണ് ചോദ്യം. നടക്കില്ല. ഞാൻ അങ്ങനെയൊക്കെ കേരളത്തിലൊരു ഗവൺമെൻറ്
ഞാൻ ദിനുവിലേക്കൊന്ന് പോകണം, ദിനുവിന് 8 മണിക്ക് നിറങ്ങണം, അതുകൊണ്ടാണ്. അതിനു മുമ്പ് എനിക്ക് വന്ന പല മെസ്സേജുകളിൽ ഒരു മെസ്സേജ് ഞാൻ വായിക്കുകയാണ്. മെസ്സേജ് അയച്ച ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ഒരു കാരണവശാലും പുറത്തേക്ക് വല്ല, അതെൻ്റെ വാക്കാണ്. അതിലൊരാൾ മെസ്സേജ് ഇങ്ങനെയാണ് കേട്ടോ. ദോസ് ടീച്ചേഴ്സ് ആർ റിയൽ സൈക്കോപാത്സ്. We feel that every staff should be suspended and inquiry should be conducted. You know, when I heard the term idiot, I know it's Dr. Ram. In fact, all of us know that's how he is. ദിനു, ഇത് ഒരു നിതിൻ്റെ അനുഭവമല്ല. കാലാകാലങ്ങളിൽ പല നിതിന്മാരുടെ, പല പെൺകുട്ടികളുടെ അനുഭവമാണ്. അവന്മാർ ഇപ്പോഴും തുടരുന്നുണ്ട് അവിടെ അധ്യാപകരായിട്ട്. ഹാഷ്മി, ഞാൻ അതിലേക്ക് വരുമ്പോൾ എനിക്ക് 2 കാര്യങ്ങൾ രാഹുൽ ഈശ്വർ പറഞ്ഞതിനൊന്ന് മറുപടി കൊടുക്കേണ്ടതുണ്ട്. ഒന്ന്, വളരെ കൃത്യമായി കൊണ്ട് അനാലിസിസ് നടത്തുന്ന സമയത്ത്, അതായത് ഇതുവരെ നടന്ന ആത്മഹത്യകളെ അനാലിസിസ് ചെയ്തുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്ന സമയത്ത് അതിനെ സെന്റിമെന്റ്സ് ആക്കുന്ന ലോജിക്കിനെയാണ് നമ്മൾ സവർണ ലോജിക് എന്ന് വിളിക്കുന്നത്. രാഹുൽ ഈശ്വർ രാഷ്ട്രീയ ചിന്തകനും ദിനു എല്ലാ കാലത്തും ദളിത് ചിന്തകനുമായി നിൽക്കുന്ന പരിപാടി അങ്ങ് രാഹുൽ ഈശ്വർ കയ്യിൽ വെച്ചാൽ മതി. എന്തുകൊണ്ടാണ് എനിക്ക് വികാരം വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സാഹോദര്യ ബോധമുള്ളത് കൊണ്ടാണ്. ആ സാഹോദര്യ ബോധം ഞാൻ ഇന്ന് വൈകുന്നേരം വരെ സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് പോലും ഇടാതെ ഞാൻ കാത്തു നിന്നു. എത്ര പേരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കകത്ത് ഈ സാഹോദര്യ വികാരമുണ്ടെന്ന് കാണാൻ വേണ്ടി സാധിച്ചില്ല. ഹാഷ്മി എന്നോട് വന്ന് മെസ്സേജ് അയച്ച് ചോദിക്കുക, എന്തുകൊണ്ടാണ് പട്ടികജാതിക്കാരനായ ഒരാൾ കൊല്ലം ചെയ്യപ്പെട്ടിട്ട് പോസ്റ്റ് ഇടാത്തതെന്ന് വന്ന് ചോദിച്ച ആളുകളുണ്ട്. ഈ ചോദിച്ച ആളുകൾക്ക് ഇതിൽ ഇടപെടാൻ വേണ്ടിയിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തമില്ല ഹാഷ്മി. ഇന്ത്യക്കകത്ത് 37,000-ഓളം കുഞ്ഞുങ്ങളാണ് ഈ കഴിഞ്ഞ 2023 വരെയുള്ള കാലഘട്ടത്തിന്റെ 3 വർഷത്തിനകത്ത് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ആ എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി നാഷണൽ ടാസ്ക് ഫോഴ്സിലേക്ക് കൃത്യമായ കൺസൾട്ടേഷൻ നടത്തി റിപ്പോർട്ട് അയച്ചിട്ടുള്ള, അതിനുവേണ്ടി നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് എല്ലാ സ്റ്റുഡൻസും എനിക്ക് തീർച്ചയായിട്ടും വികാരം കൂടി ഉണ്ടാക്കും. കാരണം ഒരു കുഞ്ഞിന്റെ മുഖം പോലും ക്ലാസ് റൂമിൽ നിന്ന് വാടരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു അധ്യാപകനായതുകൊണ്ട് തന്നെയാണ്. നോക്കൂ, ഇവിടെ ഈ ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന സാഹോദര്യ ബോധമില്ലാത്ത മനുഷ്യർക്കാണ് എന്താണ് അനാലിസിസ് എന്നും എന്തുകൊണ്ട് മനുഷ്യർക്ക് വികാരം വരുന്നു എന്നതുള്ള കാര്യമൊന്നും തന്നെ മനസ്സിലാവാത്തെന്നുള്ളത് ഒന്നാമതായിട്ട് മനസ്സിലാക്കണം. ഒരു കുഞ്ഞും ആത്മഹത്യ ചെയ്യരുത്, SC/ST ഒഴികെ എന്നുള്ളതാണ് പരിപാടിയെങ്കിൽ അതിന് നിൽക്കാൻ തൽക്കാലം സൗകര്യമില്ല. ഒരു കുഞ്ഞും ഇന്ത്യക്കകത്ത് കൊല ചെയ്യപ്പെടരുത്, ആത്മഹത്യ ചെയ്യരുത് എന്നുള്ളതാണ് എന്റെ നിലപാട്. രാധിക വിമുല, അമ്മയോട് ഞാൻ ദീർഘകാലം അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അമ്മ ആ ഇന്റർവ്യൂവിന് ശേഷം പറഞ്ഞ ഒരേ ഒരു വാചകം എന്ന് പറയുന്നത് മക്കളെ ആത്മഹത്യ ചെയ്യരുതെന്നാണ്. ദളിത് വിദ്യാർത്ഥികളെ ആത്മഹത്യ ചെയ്ത്, ആദിവാസി വിദ്യാർത്ഥികളെ ആത്മഹത്യ ചെയ്യരുതെന്നല്ല, മക്കളെ ആത്മഹത്യ ചെയ്യരുതെന്ന്. അതിൽ ഉറച്ചു തന്നെ പറയുന്നു, ഏത് വിദ്യാർത്ഥി കൊല ചെയ്യപ്പെട്ടാലും അതിൽ അടിസ്ഥാന വർഗ വിദ്യാർത്ഥികളാകുമ്പോൾ അവർ കടന്ന വഴികളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് മനസ്സിൽ തീർച്ചയായിട്ടും നോവും ഉണ്ടാവും. അതിന്റെ പേര് മനുഷ്യത്വം, സാഹോദര്യം എന്നുള്ളതാണ്. ഒരു ലോൺ ആപ്പിന്റെ കഥയുമായി വന്നിട്ടുണ്ട്. പഴയ കാലത്ത് ചെറിയ ക്ലാസ് റൂമിൽ ഡിബേറ്റ് മത്സരം നടത്തുമ്പോൾ നമുക്കൊരു കാര്യമുണ്ട്, ഫ്ലിപ്പ് ഡിബേറ്റ് എന്ന് പറയും. 50 സെക്കൻഡ് അനുകൂലിച്ച് പറഞ്ഞാൽ അടുത്ത 50 സെക്കൻഡ് എതിർത്ത് പറയണം. ആ മത്സരത്തിൽ നിന്ന് രാഹുൽ ഈശ്വർ ഇറങ്ങി വരേണ്ടതായിട്ടുണ്ട്. നോക്കൂ, ഈ നടന്നുള്ള രോഹിത് വെമുലയുടെ മരണമടക്കമുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും മരണത്തിനകത്തും ഇങ്ങനത്തെ അവരുടെ പേഴ്സണൽ അസാസിനേഷൻ ചെയ്യുന്ന എന്തെങ്കിലും നറേറ്റീവുമായിട്ട് എല്ലാ കാലത്തും വരും. നിതിൻ രാജ് നിരന്തരം പറഞ്ഞിട്ടുള്ളത് ഈ ഇൻസൾട്ട് എന്നുള്ളതിനെതിരെയാണ്. അത്തരത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതൊരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷനോ, എപ്പോഴും അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകളെ മനുഷ്യാവകാശത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളാണല്ലോ രാഹുൽ ഈശ്വർ. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഈ മരണപ്പെട്ട് കിടക്കുന്ന നേരത്തല്ല ഈ സാധനം കൊണ്ടുവരേണ്ടത്. നാണയത്തിന്റെ 2 വശങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കാൻ കൊള്ളാം. മരണ വീട്ടിൽ മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ മൃതദേഹം അടക്കി കുറച്ച് സെക്കൻഡിന് ശേഷം ഇത്തരം നറേറ്റീവ്സ് കൊണ്ടുവരാനുണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി. ഇത് ജാതീയതയാണ് എന്നുള്ളത് തന്നെ ഉറച്ചു തന്നെ പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, സംഗീത നമ്പ്യാർ എന്ന് പറയുന്നത്, സംഗീത രാഹുൽ ഈശ്വർ എന്ന് പറയാൻ പറ്റുമോ? സംഗീത അന്തർജൻ എന്ന് പറയാൻ പറ്റുമോ? ഡോക്ടർ TK സംഗീത നമ്പ്യാർ എന്ന് അവരുടെ ഒഫീഷ്യൽ നെയിമാണ്. പിന്നെ അവർ സംഗീത നമ്പ്യാർ അല്ലാതെ വേറെന്താണ് വിളിക്കേണ്ടത്? ഒഫീഷ്യൽ നെയിം അല്ലാതെ ഉപയോഗിക്കണം എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, വളരെ കൃത്യമായിക്കൊണ്ട് പേരൂർക്കടയിലെ ബിന്ദുവിന് നേരെ അലിഗേഷൻ മാത്രം വന്നപ്പം നിമിഷ നേരം കൊണ്ട് അറസ്റ്റ് ചെയ്ത് ഒരു രാത്രി മൊത്തം പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയ പോലീസുകാരോട് കൂടിയിട്ടാണ് SC/ST അട്രോസിറ്റി ആക്ട് ഇൻവോക്ക് ചെയ്യേണ്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ശബ്ദരേഖയിൽ ഉണ്ടായിട്ട് ഈ നേരം വരെയായിട്ട് നിങ്ങൾ ജയിലിൽ എടുക്കാത്ത, നിങ്ങൾ കേസിൽ വിളിക്കാത്ത, ഇൻവെസ്റ്റിഗേഷൻ പോലും കൃത്യമായി പോകാത്ത ഈ അവസ്ഥയുണ്ടല്ലോ, ഇതിനാണ് കൃത്യമായി ജാതീയത എന്ന് വിളിക്കുക. ഇതിനാണ് കൃത്യമായി ഈ പറയുന്ന അട്രോസിറ്റീസിന്റെ അടുത്ത് പോലീസ് സമീപിക്കുന്ന സമീപനം എന്ന് പറയും. ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുന്നു ഹാഷ്മി. രാഹുൽ ഈശ്വർ മനസ്സിലാക്കേണ്ടത് തലയിൽ ബാനും കെട്ടി ഏതോ സമരത്തിന് പോയ ചരിത്രമല്ല ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോയ ചരിത്രം എന്ന് പറയുന്നത്. തലകൾ അടിച്ചു പൊട്ടി
ചേലക്കാമ്പിലെ അഭ്യാസികളെ വിളിച്ച് സമരം ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോയി അരിവാൾ എന്തിക്കൊണ്ട് അമ്മമാർ സ്കൂളുകളിലേക്ക് ഉണ്ടാക്കിയെടുത്തിയ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ചരിത്രമാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ചരിത്രം. അത് ജാതിവാദികൾക്ക് തീരെ എഴുതി കൊടുക്കാൻ വേണ്ടി ഒരു സൗകര്യമില്ല. 2 നാണയങ്ങൾ ജാതീയതയ്ക്കോ മനുഷ്യാവകാശങ്ങൾക്കോ മരണപ്പെട്ട ഇടങ്ങൾക്കും ഇല്ല എന്നുള്ളത് പ്രാഥമികമായി പറയുന്നു. സാഹോദര്യ ബോധമുള്ള ഓരോ മനുഷ്യനും ഇന്ന് കൃത്യമായിട്ട് സെന്റിമെന്റ്സും നോവും ഒക്കെ മനസ്സിൽ വരും. സിദ്ധാർത്ഥിന്റെ അമ്മയ്ക്ക് കണ്ണു നിറഞ്ഞത് സിദ്ധാർത്ഥിനെ പോലെ ഒരു വിദ്യാർത്ഥി കൊല ചെയ്യപ്പെട്ടത് കൊണ്ട് മാത്രമല്ല, ഒരു കുഞ്ഞു കൊല ചെയ്യപ്പെട്ടത് കൊണ്ട് കൂടിയാണ് കണ്ണ് നിറഞ്ഞ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ വന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ മിനിമം മനുഷ്യത്വവും സാഹോദര്യ മൂല്യവും കൂടെ വേണം. ഓക്കെ, ഞാൻ ഡോക്ടർ മോഹൻ റോയ്, ഇവിടെ നമുക്ക് വരുന്ന മെസ്സേജുകൾ മുഴുവൻ വായിക്കാൻ കഴിയില്ല. കാരണം എന്താണ്, ആ മെസ്സേജ് വായിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ഭാവി യവന്മാരോട് തുലയ്ക്കും. അവിടുന്ന് ഇറങ്ങിപ്പോയ അഞ്ചരക്കണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയ കുട്ടികൾക്ക് പോലും പേടിയാണ് ആ കാര്യങ്ങൾ പറയാൻ. കാലാകാലങ്ങളിൽ ടാർഗറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ഭാവി കൂമ്പടച്ച് കളയാൻ ഇത്തരത്തിലുള്ള അസഭ്യ വർത്താനങ്ങൾ പറയുന്ന, ബോഡി ഷേമിംഗ് നടത്തുന്ന ഈ അധ്യാപകർ ഇനി ഒരു നിമിഷം അവരെ സസ്പെൻഷൻ, അവരെ പിരിച്ചുവിടണ്ടേ? പിരിച്ചുവിടാൻ കഴിവില്ലെങ്കിൽ ആ കോളേജ് അവിടെ വേണോ എന്ന് ആലോചിക്കേണ്ട സമയമായില്ലേ ശ്രീ മോഹൻ റോയ്? അല്ല, ഇത് വളരെ കൃത്യമാണ്. കാരണം അങ്ങൊന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങേപ്പോലെയുള്ള ഒരാൾക്ക് പോലും ഇത്രയധികം സന്ദേശങ്ങൾ ലഭിക്കുന്നുവെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിലുള്ള ഒരു ഹെൽപ്പ് ലൈനോ ഒരു സംവിധാനമോ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര അധ്യാപകർക്കെതിരായി ഈ പരാതി ലഭിക്കുമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെക്കുറിച്ച് നമുക്ക് ആലോചിക്കണ്ടേ? അതിനി അതും സുപ്രീം കോടതി പറഞ്ഞാലേ തുടങ്ങുകയുള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ എത്രയൊക്കെ കാര്യങ്ങൾ പുതുതായിട്ട് ചെയ്യുന്നുണ്ടെന്നും പലതും കേരളത്തിൻ്റെ മാതൃക എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടെന്നും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എന്താ നമുക്കൊരു മാതൃകയായാൽ ഇത്തരത്തിലുള്ള അധ്യാപികമാരെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം നമുക്കുണ്ടാകേണ്ടതല്ലേ? അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഏറ്റവും അപകടകരമായ കാര്യം എന്താണെന്ന് അറിയാമോ? നോക്കൂ, ഈ ഒരു കുഞ്ഞ് ഇപ്പോൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പ് അവിടെ എന്തെങ്കിലും മരണങ്ങൾ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ആത്മഹത്യാ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ, ആ ആത്മഹത്യാ ശ്രമങ്ങളുടെ പുറകിൽ ഇവർക്കൊക്കെ പങ്കുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതില്ലേ? ഇനി അതെല്ലാം അങ്ങ് പോട്ടെന്നേ, ഇവരുണ്ടാക്കിയ ഈ മാനസിക പീഡനം കൊണ്ട്, ബോഡി ഷേമിംഗ് കൊണ്ട് മാനസികമായ തകരാറും കുഴപ്പവും സംഭവിച്ച എത്ര കുട്ടികളവിടെ ഉണ്ടാകാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്? ഇവരുടെയൊക്കെ വേദനയ്ക്കൊരു പരിഹാരം കാണണ്ടേ? ഇതിൽ ഏറ്റവും ചാടി ചത്തൂടെ എന്നൊരു പെൺകുട്ടിയോട് ക്ലാസ്സിൽ വൈകി വന്നതിന് ചോദിച്ച അധ്യാപകരുണ്ടെന്ന് അവിടെ പോയി തൂങ്ങി ചത്തൂടെ എന്ന് ചോദിക്കുകയാണ് അധ്യാപകൻ ഈ പറഞ്ഞ 20 വയസ്സുള്ള പെൺകുട്ടിയോട്. ഇത് കൃത്യമായി പുറത്തെത്തിക്കാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് നമുക്കൊരു ഇതിലൊരു സൈക്കോളജി ഓഫ് ഫിയർ എന്ന് പറഞ്ഞ ഭയത്തിൻ്റെ ഒരു മനഃശാസ്ത്രമുണ്ട് കേട്ടോ. അതിന് ഒരു പരീക്ഷണമുണ്ട് യഥാർത്ഥത്തിൽ. അത് പരീക്ഷണം ഇങ്ങനെയാണ്. അതായത് ഒരു 2-3 ചിമ്പൻസികളെ ഒരു കൂട്ടിലിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒരു ദ്വാരം ഉണ്ടാക്കി വയ്ക്കും. ഒരു പെട്ടിയും അവിടെ ഇരിപ്പുണ്ട്. ഈ പെട്ടിയുടെ പുറത്ത് കയറി ഒരു ചിമ്പൻസി അതുവഴി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പുറത്തു നിന്ന് ഈ ചിമ്പൻസിക്ക് ഒരു ചെറിയ ഷോക്ക് അടിക്കുകയോ അല്ലെങ്കിൽ ഈ ചിമ്പൻസിയെ മർദ്ദിക്കുകയോ ചെയ്യും. അപ്പോൾ ഈ ചിമ്പൻസി ചാടി താഴെ വരും. കുറച്ച് സമയം കഴിഞ്ഞാൽ ഈ ചിമ്പൻസി രക്ഷപ്പെടാൻ ശ്രമിക്കില്ല. എന്ന് മാത്രമല്ല, അടുത്ത ഒരു ചിമ്പൻസി ഈ പെട്ടിയുടെ മുകളിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഈ പഴയ അടികൊണ്ട് തളർന്ന് കിടക്കുന്ന ചിമ്പൻസി ഈ ചിമ്പൻസിയെ തല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കണ്ടീഷനിങ്ങിലൂടെ സൈക്കോളജിക്കൽ ടോർച്ചർ നടത്തി മാനസികമായി പീഡിപ്പിച്ചുകൊണ്ട് ഒരു തലമുറയെ, ഒരു കൂട്ടം ഡോക്ടർമാരെയാണ് ഇവർ ഭാവി നശിപ്പിക്കുന്നതെന്ന് ആലോചിക്കൂ. ഇതിൻ്റെ മറ്റൊരു വശം എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് പീഡനമേറ്റാൽ ഇത്തരം വ്യഥകളിലൂടെ കടന്നുപോയാൽ നിങ്ങൾക്ക് സാധാരണ 2 രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടാകുന്നത്. ഒന്ന്, നിങ്ങൾ ഇതിനെതിരായിട്ടുള്ള ഒരു നിലപാടെടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇത് തന്നെയാകും. അതായത് ഇന്നത്തെ ഇര നാളത്തെ വേട്ടക്കാരനാകുമ്പോൾ ഇത്രയധികം പ്രശ്നമുള്ള സൈക്കോപാത്തുകൾ യഥാർത്ഥത്തിൽ ഇരകളെയും വേട്ടക്കാരെയും, നമുക്ക് ഇരകളെയും ആവശ്യമില്ല, വേട്ടക്കാരെയും ആവശ്യമില്ല, നമുക്ക് സാധാരണ രീതിയിലുള്ള മനുഷ്യരെ, അതും ഒരു ഡെൻ്റൽ ഡോക്ടറുടെ രീതിയിൽ വരാൻ സാധ്യതയുള്ള ആൾക്കാരെ നമുക്ക് വേണമെന്ന് പറയുമ്പോൾ അവരുടെ ഇടയിലേക്ക് ഇരകളെയും വേട്ടക്കാരെയും സൃഷ്ടിക്കുന്ന ഈ മാനസിക പ്രശ്നത്തിനൊരു പരിഹാരം നമുക്ക് ഇതുവരെ കാണാൻ പറ്റിയില്ലെന്നും കേരളത്തിലാണിത് നടന്നതെന്നുമുള്ളതാണ് നമ്മൾ ഞെട്ടിപ്പിക്കുന്നത്. നോക്കൂ, ഇത് ആദ്യത്തെ അനുഭവമല്ല, ഇത് അവസാനത്തെ അനുഭവമാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. പക്ഷേ നമുക്ക് 2 പേർക്കും അറിയാവുന്ന പോലെ ഇനിയും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് നമുക്കറിയാം. ഇതിനെതിരായി കർശനമായി മാതൃകാപരമായി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. ഓക്കെ, ഷാവപ്രസാദ്, ഇവിടെ ഉത്തമബോധ്യത്തോടെ പറയുകയാണ്, ഈ കോളേജിലെ ഈ പറയുന്ന അധ്യാപകരെ അവിടുന്ന് പൂട്ടിക്കെട്ടി ഇറക്കി വിട്ടില്ലെങ്കിൽ ആ കോളേജിൽ ഇനിയും ആവർത്തിക്കും ഇത്തരം സംഭവങ്ങൾ. ഒരു തർക്കമൊക്കെ, കാര്യം അത്രയും ആൾക്കാർ നമ്മളോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഷാവപ്രസാദ്, ഇവിടെ എന്തോ കേസ് എടുത്തിട്ടുണ്ട്. എന്താണ് സഹപാഠികളുടെ മൊഴി എടുക്കുമെന്നാണ് പറയുന്നത്. സഹപാഠികളുടെ മൊഴിയിൽ അവർ കമാന്ന് മിണ്ടുവോ? യുവമാർ 1ാം വർഷ വിദ്യാർത്ഥികളാണ്, 4 വർഷം അവിടെ പഠിക്കണം. ഇന്റേണൽ മാർക്കിൻ്റെ കാര്യം, അല്ലെങ്കിൽ ടെസ്റ്റിൽ മാർക്ക് കിട്ടിയാൽ പ്രാക്ടിക്കൽ തോപ്പിക്കും, പ്രാക്ടിക്കൽ മാർക്ക് കിട്ടി ഇപ്പുറത്ത് തോപ്പിക്കും. ഇന്റേണൽ മാർക്കിൻ്റെ കാര്യത്തിലടക്കം ഈ പറയുന്ന കടാരയുമായി നിൽക്കുന്ന ഈ അധ്യാപകർ പറയുന്ന വാക്ക് ഒറ്റ വിദ്യാർത്ഥി മിണ്ടുവോ? ആരെങ്കിലും മിണ്ടുവോ?
അധ്യാപകർ പറയുമോ? ഈ കൂട്ടം എല്ലാം ഒറ്റ കൂട്ടമാണ്, അധ്യാപകർ പറയില്ല. അതുകൊണ്ട് ഈ കേസെടുത്ത അന്വേഷണം എന്നൊക്കെ ഉള്ളത് വിശ്വസിക്കാവോ ഷാവു പ്രസാദ്? ഹാഷ്മി, ഇവിടെ നമ്മൾ ശരിക്കും ഉറക്കെ ചിന്തിക്കേണ്ട രണ്ട് വിഷയങ്ങളുണ്ട് പ്രധാനമായിട്ടും. ഒന്ന്, നമ്മുടെ കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളുടെ സെറ്റപ്പ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഈ വിദ്യാർത്ഥികളുടെ ഭാവി ഈ ഒരുപാട് അധ്യാപകരുടെ കയ്യിലാണ്. ഈ പറഞ്ഞ പോലെ ഇൻറ്റേർണൽ മാർക്ക് തോൽപ്പിക്കാനും ജയിപ്പിക്കാനുമുള്ള അവകാശം, അത് വെച്ചുകൊണ്ടുള്ള മുതലെടുപ്പ്, ഇത് നമ്മുടെ പ്രൊഫഷണൽ കോളേജുകളിൽ വ്യാപകമായി നടക്കുന്നുണ്ട്. സത്യത്തിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെ കുട്ടികളെ അസസ് ചെയ്യുകയും മാർക്കിടുകയും ചെയ്യുന്നത് ഐഡിയലി വളരെ നല്ലൊരു കാര്യമാണത്. പക്ഷേ നമ്മുടെ ഈ രീതിയിലാണ് നമ്മുടെ അധ്യാപകരുടെ അവസ്ഥയെങ്കിൽ അത് വളരെ ഡിസാസ്ട്രസ് ആണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു തെളിവും കൂടിയാണിത്. ഇവിടെ ശരിക്കും നമ്മൾ ആ സിസ്റ്റത്തിനെ പറ്റി വളരെ കാര്യമായിട്ട് തന്നെ ചിന്തിക്കേണ്ടി വരും. ഇപ്പോൾ ഡോക്ടർ മോഹൻ റോയ് ഇത് തന്നെ പറഞ്ഞു. കാര്യം ഇവർക്ക് പേടിയാണ്. എന്താണ് കാര്യം? ഇവരുടെ അക്കാഡമിക് പെർഫോമൻസിന് ഉപരിയായി മറ്റു പല കാര്യങ്ങളും ഈ കുട്ടികളുടെ മാർക്ക് ഇടുന്നതിൻ്റെ അകത്ത് കാരണമാകുന്നു എന്നുള്ളത് വളരെ ഭീകരമായ നമ്മുടെ അക്കാഡമിക് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണത്. ആ സിസ്റ്റത്തിൽ അത് വളരെ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. മറ്റൊന്ന്, ഇവിടെ എല്ലാവരും നമ്മൾ ജാതിയെക്കുറിച്ചും ഇപ്പോഴും ഈ 21-ാം നൂറ്റാണ്ട് 25 വർഷം പിന്നിടുന്ന ഈ കാലത്തും ഇത്ര ഭീകരമായ ജാതീയത കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. ആലോചിക്കണം, മഹാത്മാ അയ്യങ്കാളിയും നാരായണ ഗുരുദേവനുമൊക്കെ അവരുടെ ജീവൻ കൊടുത്ത്, ജീവിതവും ജീവനും കൊടുത്ത് ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് 1 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴുള്ള കേരളത്തിൻ്റെ അവസ്ഥയാണിത്. അപ്പോൾ എവിടെയാണ് അവർ കൊണ്ടുവന്ന ആ നവോത്ഥാനത്തിൻ്റെ സന്ദേശം, ആ മാനവികതയുടെ സന്ദേശം എന്തുകൊണ്ട് മുമ്പോട്ട് പോയില്ല എന്നുള്ളതൊരു വിഷയമല്ലേ ഹാഷ്മി? ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ ഞാൻ പ്രത്യേകിച്ച് ആരുടെയും പേര് പറയുന്നില്ല. പറഞ്ഞാൽ ദളിത് ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഇവർക്ക് ശരിക്ക് ഈ വിഭാഗത്തിനോട് പ്രത്യേകിച്ച് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. അവരുടെ ഈ വിഷയം ഒരു ടൂളായി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പേഴ്സണൽ റീച്ചിന് വേണ്ടിയും പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ടും മാത്രമാണ് അവർ കൊണ്ട് നടക്കുന്നത്. ഇതുപോലത്തെയൊക്കെ ഓരോ വിഷയം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാര്യം അവർക്ക് ഒന്ന് പൊട്ടിത്തെറിക്കാനും അവരുടെ അവരല്ലെങ്കിൽ ആര് പൊട്ടിത്തെറിക്കും ഷാവു മാനവികതയുടെ അവരല്ലെങ്കിൽ ആര് പൊട്ടിത്തെറിക്കും? ഇത് പറയാൻ സണ്ണി കവിക്കാണോ ദിനു അല്ലാതെ ആരോട് സംസാരിച്ചു? ഇവിടെ ഒരു ബുദ്ധിജീവി നാട്യങ്ങൾക്കും അനക്കമില്ലല്ലോ. ഇവിടെ ഒരു കവികൾക്കും കവിത എഴുതണ്ടല്ലോ. വല്ലാത്ത നിശബ്ദതയല്ലേ അവിടെ? ആ കോളേജിന് മുന്നിലേക്ക് ഒരു പ്രതിഷേധം ഈ സമയം വരെ ഉണ്ടായോ? അവരെങ്കിലും മിണ്ടിയില്ലെങ്കിൽ പിന്നെ ആര് മിണ്ടും ഷാവു പ്രസാദ്? അതൊക്കെ തന്നെയാണ് ഹാഷ്മി ഞാൻ പറഞ്ഞത്. ഞാൻ ജനറലി ആയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നതല്ല. ഇത് വളരെ ഇവിടെ നടക്കുന്ന ഈ ദളിത് സ്നേഹം എന്ന് പറയുന്നത്, ഈ അവർ ഉന്നമനത്തിനുള്ള സ്നേഹം എന്ന് പറയുന്നത് മുഴുവൻ സെലക്റ്റീവാണ് എന്നാണ് പറഞ്ഞത്. ഈ വിഷയം ഇപ്പോൾ ഈ ഒരു വിഷയം നടന്നത്, ഈ ഒരു സംഭവം നടന്നത് UP-യിലോ ബീഹാറിലോ മധ്യപ്രദേശിലോ ആയിരുന്നുവെങ്കിൽ ഇവിടെ കവിതകളുടെ കുത്തൊഴുക്കുണ്ടാകുമായിരുന്നു ഹാഷ്മി. കവിതകളുടെയും പ്രതിഷേധത്തിൻ്റെയും കുത്തൊഴുക്ക് ഇവിടെ ഉണ്ടാകുമായിരുന്നു. ഇവിടെ നമ്മുടെ നാട്ടിലെ ഓരോ കവലകളിൽ വരെ രോഹിത് വെമുലയുടെ പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു, പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. അതാണ് പറഞ്ഞത്. ഇതാണ് കാപട്യം എന്ന് പറഞ്ഞത്. അല്ലാതെ ഞാൻ ഇവിടെ അല്ലെങ്കിൽ ദിനുവയിലിനെ അല്ല പറഞ്ഞത്. ഞാൻ കേരള സമൂഹത്തിൽ നമ്മുടെ ഇവിടുത്തെ ബുദ്ധിജീവികൾ തെക്കോട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടോ അറിയാൻ. ഇവിടെ വരുമ്പോഴത്തേക്ക് വായിൽ മത്തം കുത്തിയ മട്ടിൽ ഒന്നിനും മിണ്ടാട്ടമില്ല. ഒരു കവിതയും വേണ്ട, ഒന്നും വേണ്ട, എല്ലാം പുറത്തിനകത്ത് ഒളിച്ചിരിക്കും. രാഹുൽ ഈശ്വർ, അത് കാപട്യമാണ്. ഞാൻ അങ്ങോട്ട് യോജിക്കുന്നു. ഞാൻ അങ്ങോട്ട് അതിൽ യോജിക്കുന്നു. രാഹുൽ ഈശ്വർ പറയൂ. സെന്റിമെന്റ്സ് അല്ല, നിലപാടുകൾ. ഈ സെന്റിമെന്റ്സ് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കും. 100% യോജിപ്പോടുകൂടി ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്. ഈ നിലപാടുകളോടെല്ലാം യോജിപ്പാണെങ്കിലും ഫാക്ട്സ് എന്നൊരു കാര്യമുണ്ട്. ആ ഫാക്ട്സ് പുറത്തു വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഹാഷ്മി പറ്റുമെങ്കിൽ ഹാഷ്മിയുടെ സ്വന്തം ചാനൽ കൂടിയായ 24 ന്യൂസിന്റെ ബ്രേക്കിംഗ് ന്യൂസ് ഇപ്പോൾ ഒന്ന് കാണണം. ഞാൻ നേരത്തെ പറഞ്ഞ ലോൺ ആപ്പിന്റെ അടക്കമുള്ള കാര്യങ്ങളുടെ ആംഗിളുകൾ പോലീസും കമ്മീഷണറും രാഹുൽ ഈശ്വർ, കേരളത്തിൽ ലോണാപ്പ് ഉണ്ടായിട്ടുണ്ട്. ലോണാപ്പുകളിൽ നിന്ന് ബന്ധുക്കളുടെ ഫോൺ നമ്പർ എടുത്ത് വെച്ച് അശ്ലീല ചിത്രം അയച്ചുകൊണ്ട് ആത്മഹത്യ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ലോണാപ്പ് അവിടെ നിൽക്കട്ടെ.
ആ ലോണാപ്പ് അവിടെ നിൽക്കട്ടെ. പോലീസ് പറഞ്ഞ അത് എന്താണ് ആപ്തവാക്യമാണ് അല്ലല്ലോ. അതാണ് പറഞ്ഞത്. ഞാൻ അവിടെ നിൽക്കട്ടെ, ലോണാപ്പൊക്കെ അവിടെ നിൽക്കട്ടെ. അതല്ല ഞാൻ പറയാൻ വന്നത്. അതല്ല ഞാൻ പറയാൻ വന്നത്. ഹാഷ്മി പറ്റുമെങ്കിൽ ഹാഷ്മിയുടെ ചർച്ച കഴിഞ്ഞ് 24 ന്യൂസ് ലൈവ് ഒന്ന് കാണണം. ആയിക്കോട്ടെ. അതായത് ഇപ്പം താഴെ അല്ലല്ല ഷാബു പ്രസാദ്, ആയിക്കോട്ടെ, അതായിക്കോട്ടെ. പക്ഷെ ലോണാപ്പുകൾ അല്ല, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. ഈ ലോണാപ്പുകൾ ഫോണിൽ നിന്നും ഈ പറയുന്ന രേഖകൾ ചോർത്തിയെടുക്കലും ഈ പറയുന്ന അശ്ലീല ചിത്രം ഉണ്ടാക്കലും കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കലും വീട്ടുകാർക്ക് അയച്ചു കൊടുക്കലും ആത്മഹത്യ കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ? ആ ലോണാപ്പ് പോലീസ് പറഞ്ഞ അവിടെ നിൽക്കട്ടെ. പോലീസ് പറഞ്ഞ വേദവാക്യമല്ല. രാഹുൽ പറഞ്ഞു പൂർത്തിയാക്കൂ. അവിടെ ആരും ആണെന്ന് പറയുന്നില്ല, ആരും പറയുന്നില്ല. രണ്ട്, ബാലൻസിംഗിന് നോക്കണ്ട, എന്തോ ആപ്പ് എടുത്ത് വെച്ചിട്ട് ഇതിന്റെ സഹോദരി ഈ സമയത്ത് പോലും അവരുടെ വിഷമം കടിച്ചു പിടിച്ച് അവരുടെ ആ നിലപാട് പറയാൻ കാണിച്ച ധൈര്യത്തിന് ഒരുപാട് പ്രണാമമുണ്ട്. അവിടെയാണ് സണ്ണി സാറിനോട് ഒരു ഞാൻ യഥാർത്ഥത്തിൽ സണ്ണി സാറിനെ അല്ല പറഞ്ഞത്, നേരെ തിരിച്ച് ഷാബു പ്രസാദ് ഒരു ആപ്പ് കിട്ടിയപ്പോഴേക്ക് താങ്കൾക്ക് എന്തുകൊണ്ടാണ് ഒരു നിറം മാറ്റം? എന്തിനാണ് പറഞ്ഞോട്ടെ? ഒരു ആപ്പിന്റെ വാർത്ത കിട്ടുമ്പോൾ ഒരു നിറം മാറ്റം ഉണ്ടാവുന്ന കാര്യം എന്താണ്? നമ്മൾ ജാതി കേരളത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? താങ്കൾ അതിനെ ആഞ്ഞടിക്കായിരുന്നില്ലേ? അതിനിടയ്ക്ക് ഒരു ആപ്പ് കിട്ടിയ പെട്ടെന്ന് അതിച്ചാൽ പിടിക്കേണ്ട കാര്യം എന്താണ്? അതായിക്കോട്ടെ, അല്ല അതായിക്കോട്ടെ. നമ്മൾ താങ്കൾ പറയുകയായിരുന്നല്ലോ ഇവിടെ പ്രബുദ്ധ കേരളത്തിലെ ജാതി വെറിയെ പറ്റി പറയുകയായിരുന്നില്ലേ? അപ്പോഴേക്കും ഒരു ആപ്പിന്റെ വാർത്ത വന്നപ്പോൾ അതിച്ചാടി പിടിക്കേണ്ട കാര്യം എന്താണ്? അതവിടെ നിൽക്കട്ടെ, ആപ്പ് അവിടെ നിൽക്കട്ടെ സാറേ, ആപ്പ് അവിടെ നിൽക്കട്ടെ, ആപ്പ് അവിടെ നിൽക്കട്ടെ, ആപ്പൊക്കെ അവിടെ നിൽക്കട്ടെ. പോലീസ് പറയുന്നതല്ലേ ഈ സമയത്ത് പോലീസ് അത് പറയുന്നത് എന്തിനാണെന്നുള്ള കാര്യം വ്യക്തമാവട്ടെ. ഈ സമയത്ത് പോലീസ് അത് വന്ന് പറയുന്നതിന് ഉദ്ദേശം വ്യക്തമാവട്ടെ, പോലീസിന്റെ നിശ്ചിത താല്പര്യം വ്യക്തമാവട്ടെ. വരട്ടെ, അതൊക്കെ വരട്ടെ. രാഹുൽ പറഞ്ഞ് പൂർത്തിയാക്കൂ. ശരി, ആപ്പൊക്കെ അവിടെ നിൽക്കട്ടെ, രാഹുൽ പറഞ്ഞ് പൂർത്തിയാക്കൂ. ഇവിടെ ഒരു പയ്യൻ അവിടെ എന്താണ് അവന് അടുത്തുള്ള വീട്ടിൽ അവർ സംസ്കാരം ചെയ്ത് കഴിഞ്ഞേ ഉള്ളൂ. എന്തോ നാപ്പ്. രാഹുൽ പറഞ്ഞ് പൂർത്തിയാക്കൂ. അല്ലല്ല ഹാഷ്മി, ജാതിയുടെ കാര്യമാണ് പറയുന്നത്. ഒരു സെക്കൻഡ്. നമ്മുടെ കേരളത്തിൽ ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ലെയറുകളുണ്ട്. രാഷ്ട്രീയപരമായി നമ്മൾ പ്രബുദ്ധരാണ്. മതത്തിന്റെ കാര്യത്തിൽ വലിയ മതസൗഹാർദ്ദമുണ്ട്. ഇത് സണ്ണി സാറിനോടാണ്. സണ്ണി സാറിനെ അല്ല ഞാൻ പറഞ്ഞത്, നേരെ തിരിച്ച് ശ്രീ ഷാബു പ്രസാദ് ജി മോണോലിസയുടെ കല്യാണം കൂടി ജാതി പീഡനമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത് ശരിയല്ല, അതിനോട് വിയോജിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പോലും അത് സണ്ണി സാറിനെയാണ് പറയുന്നത് എന്ന രീതിയിലുള്ള ഒരു വിക്ടിം ആർഗ്യുമെന്റ് ഉന്നയിക്കേണ്ട ആവശ്യമില്ല. സെന്റിമെന്റ്സ് എന്ന വാക്ക് ഞാൻ പൂർണ്ണമായി മാറ്റുന്നു, പിൻവലിക്കുന്നു. അങ്ങയുടെ നിലപാടിനോടും ശ്രീ ദിനുവിന്റെ നിലപാടിനോടുമാണ് എനിക്കും കേരളത്തിലെ 99% ആൾക്കാർക്ക് യോജിപ്പുണ്ടാകുക. കാര്യം ജാതീയതയുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നവരാണ് ഞങ്ങൾ. അങ്ങയുടെ സൊല്യൂഷൻ അല്ല എന്റെ സൊല്യൂഷൻ. എന്റെ സൊല്യൂഷൻ ഗാന്ധി മാർഗമാണ്. അങ്ങയുടെ സൊല്യൂഷനും ദിനുവിന്റെ സൊല്യൂഷനും പക്ഷേ അംബേദ്കറിന്റെ മാർഗമായിരിക്കും, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവന്റെ മാർഗമുണ്ട്, മഹാത്മാ ഫൂലെയുടെ മാർഗമുണ്ട്, വ്യത്യസ്ത മാർഗങ്ങളുണ്ട്. പക്ഷേ ഈ എല്ലാ കാര്യത്തിനെയും ഒരു സ്പർദ്ധയുടെ ആംഗിളിലേക്കോ ക്രിമിനൽ കാസ്റ്റ് പോലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയിരിക്കും. നേരെ തിരിച്ച് നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ ജാതീയതയുടെ പ്രശ്നങ്ങൾ, സമുദായങ്ങൾ എന്നും ഉണ്ടാകും, പക്ഷേ ജാതീയതയുടെ പ്രശ്നങ്ങൾ നേരിടണം എന്ന ശ്രീനാരായണ ഗുരുദേവന്റെയും ഗാന്ധിജിയുടെയും ദർശനമാണ് വേണ്ടം എന്ന ഒറ്റ വിയോജിപ്പേ അങ്ങയോടുള്ളൂ. ഒരു 21-കാരൻ അങ്ങ് ദയനീയമായി കൊല്ലപ്പെട്ട് ഒരു പ്രതിഷേധവും ഉണ്ടാവുന്ന നാട്ടിലാണ് താങ്കൾ ഈ പറയുന്ന എന്തോ സംയുക്ത സമരം ഉണ്ടാവുന്നത് അല്ലേ? ഞാൻ തിരികെ തമിഴ് ശേഷം സന്യം കവിക്കാട് ഇവിടെ അവൻ അനുഭവിച്ച പീഡനങ്ങളുടെ സങ്കട സാക്ഷ്യങ്ങളുണ്ട്, അവൻ്റെ ശബ്ദസാക്ഷ്യങ്ങളുണ്ട്, അവനവൻ്റെ സഹോദരിമാരോട് പറഞ്ഞ സത്യപ്രസ്താവനകളുണ്ട്. ഏറ്റവും ഒടുവിൽ ആ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും നിതാന്ത വേദനയുണ്ട്, അവർ പറയുന്ന വാക്കുകളുണ്ട്. ഇതൊന്നും കാണാതെ പോലീസ് വന്ന് ഏതൊരു ആപ്പിൻ്റെ ദുരൂഹത ഇപ്പോൾ പറയുന്നുണ്ട് ശ്രീ സന്യം കവിക്കാട്. അപ്പോൾ ഈ കേസ് അന്വേഷണത്തിലെ അട്ടിമറി ഇപ്പോഴേ തുടങ്ങി, ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല, നിതിൻ്റെ വീട്ടുകാർക്ക് ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല. സന്യം കവിക്കാട്. തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ പോലീസ് അവരുടെ എല്ലാ കാലത്തും ചെയ്യുന്ന അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയെന്നാണ് ഈ ലോൺ ആപ്പിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യം. ഇപ്പം ഈ മരിച്ച നിതിൻ ലോൺ ആപ്പിൽപ്പെട്ട് പൈസ തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്താണെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യം കൂടി പ്രത്യേകമായി എനിക്ക് പറയണം. ഈ ദളിത് ആക്ടിവിസ്റ്റുകളെല്ലാം എന്തോ അവസരവാദികളും കുഴപ്പക്കാരുമാണെന്ന് പറയുന്ന ഷാബു പ്രസാദ് ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളിപ്പോൾ ഇവിടെ ഇരുന്ന് കേരളത്തിൽ ജാതി ഉണ്ടെന്ന് സമ്മതിച്ചല്ലോ. ഇത് ആരാ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ഒരു 10 വർഷം മുമ്പോ 20 വർഷം മുമ്പോ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വന്ന് കേരളത്തിൽ ജാതിയില്ല നാണം ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ജാതിയുണ്ടെന്ന് കേരളത്തെ പറഞ്ഞു പഠിപ്പിച്ചൊരു വിഭാഗത്തിൽ നിന്ന് വരുന്നവരാണ് ദളിത് എഴുത്തുകാരും ദളിത് ആക്ടിവിസ്റ്റുകളും. അവരെന്തോ വലിയ കുഴപ്പക്കാരാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ അതിബുദ്ധിയുണ്ടല്ലോ, അത് കൈ വെച്ചാൽ മതി, അത് എൻ്റെ അടുത്തേക്ക് ഇറക്കണ്ട, അതായി പറയുന്നത്.
ഞാൻ പറയുന്നൊരു കാര്യം, ബിന്ദുവിനെ, പേരൂർക്കട ബിന്ദുവിൻ്റെ കേസിൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. അന്വേഷണം വന്നു. അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കാൻ മനഃപൂർവ്വം വൈകിച്ചു. ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ജാമ്യം കിട്ടുമെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച് പോലീസുകാർ ഒരു ദിവസം പോലും അകത്തു പോകാതെ സംരക്ഷിച്ച ഒരു ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ ഗവൺമെൻറ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവർ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ കമ്മീഷൻ നാടകം കളിക്കുന്നത്. ഇതിൻ്റെ പരിധി വിടുകയാണെന്നുള്ള കാര്യം ഇവിടെ ഭരിക്കുന്നവരും ഇവിടുത്തെ വലിയ ഗുണ്ടാ സെറ്റപ്പുള്ള രാഷ്ട്രീയ പാർട്ടിയൊക്കെ മനസ്സിലാക്കിക്കോണം. ഒരു ജനതയിൽ ഉയർന്നു വരുന്ന പുതിയ ചെറുപ്പക്കാരെ മുഴുവൻ കൊന്നൊടുക്കുന്ന ജാതി തെമ്മാടി കൂട്ടങ്ങളെ സംരക്ഷിക്കാനാണ് സ്റ്റേറ്റ് തീരുമാനിക്കുന്നതെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭത്തെ അവർക്ക് നേരിടേണ്ടി വരും, അഭിമുഖീകരിക്കേണ്ടി വരും. അതല്ലാതെ ഈ നാട് ഞങ്ങളുടേത് കൂടിയാണെന്നേ. ഈ മരിച്ച നിതിൻ്റെ കൂടിയാണ് ഈ നാട്. ഒരു സ്വന്തമായി ഒരു വീടില്ലാത്ത പയ്യൻ്റെ ബോഡി കൊണ്ടുവന്ന് വാടക വീട്ടിലേക്കാണ്. തൊട്ടടുത്ത പറമ്പിലാണ് കുട്ടിയുടെ ശവസംസ്കാരം നടത്തിയത്. എന്നിട്ടും വളരെ ന്യായമായും നീതിപൂർവമായും ഒരു അന്വേഷണം നടത്തേണ്ടതിന് പകരം വളരെ പെട്ടെന്ന് ലോൺ ആപ്പിൻ്റെ കഥയുമായിട്ട് രംഗപ്രവേശിച്ച കേരള പോലീസിനെ ആ കാര്യത്തിൽ ഞങ്ങൾക്കൊട്ടും വിശ്വാസമില്ല എന്ന് തുറന്നു പറയാം. ആ സഹോദരിയുടെ വാക്കുകൾ നിലനിൽക്കുന്നതാണ്, ആ കുട്ടിയുടെ മെസ്സേജുകൾ നിലനിൽക്കുന്നതാണ്. കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ എല്ലാ തുമ്പുകളും ഇപ്പോൾ പോലീസിൻ്റെ കൈവശമുണ്ടായിട്ട് ലോൺ ആപ്പിൻ്റെ പുതിയ കഥയായിട്ട് വന്ന് ഇതിനെ വഴിതെറ്റിക്കാനും തകർക്കാനും ഈ ജാതിക്കൂട്ടങ്ങളെ സുരക്ഷിതമായി തിരിച്ച് കോളേജിൽ എത്തിക്കുവാനാണ് ശ്രമിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. ഇത് കേരളത്തിൽ അനുവദിക്കാൻ പറ്റില്ല. ശ്രീ മോഹൻറോ, ഇത് ഇവിടെ ഇവിടെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറാണ് നിതിൻ രാജാണ് എന്ന് പറയുന്നത് കേട്ടോ. 7 അംഗ അന്വേഷണ സംഘത്തിൽ രൂപീകരിച്ചവരൊക്കെ പറയുന്നുണ്ട്. ഇത്രയും സാക്ഷ്യങ്ങൾ നിൽക്കുകയാണ്. ക്ലാസ്സിൽ കയറിയപ്പോൾ, ക്ലാസ് തുടങ്ങിയപ്പോൾ മുതൽ പുഴുത്ത പട്ടി എന്ന് വിളിച്ചടക്കമുള്ള വസ്തുത ശബ്ദസാക്ഷ്യമേ അടക്കം നിൽക്കുകയാണ്. നിതിൻ രാജ ഒന്ന് ആദ്യം പറയുന്നത് പറയും, നിതിൻ ലോൺ ആപ്പിൽ കടമെടുത്ത കാര്യം പറയാണ്. അപ്പോൾ അന്വേഷണം എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ പ്ലാൻ എന്ന് ഇന്ന് തന്നെ വ്യക്തമാകുന്നു. അവിടെ നിതിൻ്റെ ശവസംസ്കാരം കഴിഞ്ഞ കുഴിമാടത്തിലെ മണ്ണിൻ്റെ നനവുണങ്ങിയിട്ടില്ല ഇപ്പോഴും. ആപ്പിൽ കടമെടുത്ത എന്താ കാര്യം പറയാം പോലീസ്? അല്ല, അതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നോ, ഈ ലോൺ ആപ്പ് വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത് പൊതുസമൂഹവും മറ്റുള്ളവരും തീരുമാനിക്കട്ടെ. ഇനി അഥവാ ഒരു ലോൺ ആപ്പ് ഉണ്ടെങ്കിൽ തന്നെ എന്താണെന്നേ, ആ ലോൺ ആപ്പ് ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും നാൾ ആ കുഞ്ഞ് അനുഭവിച്ചതിനെ നള്ളിഫൈ ചെയ്യാൻ പറ്റുമോ? ഈ സംഭവങ്ങളൊന്നും നടന്നില്ല എന്ന് പറയാൻ പറ്റുമോ? ഈ അധ്യാപകർ അയാളെ ഇത്തരത്തിൽ ഉപദ്രവിച്ചില്ല എന്നുള്ളതാണോ? അങ്ങയുടെ മെസ്സേജിൽ, ഫോണിൽ ഉൾപ്പെടെ വന്ന മെസ്സേജുകളിൽ പറഞ്ഞിരിക്കുന്ന അനുഭവ സാക്ഷ്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യപ്പെടുകയാണോ ചെയ്യുന്നത്? ഒന്നുമല്ലല്ലോ. ഇനി അടുത്തൊരു പ്രശ്നം, ഈ ചർച്ചയുടെ ഒരു രീതി ഞാനൊന്ന് ശ്രദ്ധിച്ചതാണ്. ബഹുമാനപ്പെട്ട സണ്ണി എം കവിക്കൽ സാറും ദിനുവയിലും പറയുന്ന കാര്യങ്ങൾ ഒന്ന് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി 2 പേരപ്പുറത്തിരുന്ന് ശ്രമിക്കുന്നുണ്ട്. അല്ല, ഇതിൽ ഞാൻ കുറ്റം വന്നില്ല. ഇതിൻ്റെ പുറകിലും ഒരു മനഃശാസ്ത്രമുണ്ട്. ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതങ്ങനെ നിങ്ങൾ കാണേണ്ടതില്ല, നിങ്ങൾ ഇരവാദം ഉയർത്തേണ്ടതില്ല, അല്ലെങ്കിൽ ഇങ്ങനെ അത് പറയേണ്ടതില്ല എന്നിവരെ 2 പേരെയും കൊണ്ട് പറയിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സണ്ണി എം കവിക്കാട് സാറും ദിനുവും അത് പറയുന്നത് അവരനുഭവിച്ച് വന്ന ഇത്തരം തീക്ഷ്ണമായ അനുഭവങ്ങൾ കൊണ്ടാണ് അവരെ കൊണ്ടത് പറയിപ്പിക്കുന്നതും. അത് അനുഭവിക്കാനുള്ള ഗതിയോ ഗതികേടോ ഇല്ലാത്തത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ രാഹുൽ ഈശ്വരും ഷാവു പ്രസാദ് സാറും ഇങ്ങനെ പറയുന്നത്. ഇത്തരത്തിലാണ് ജാതി രൂഢമൂലമായി ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക്, തലച്ചോറിലേക്ക് സന്നിവേശിക്കപ്പെടുന്നത്. അത്തരത്തിലൂടെ മാത്രമേ, ആ കണ്ണിലൂടെ മാത്രമേ അവർക്കിതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ആ കുഴപ്പം എവിടെയാണ്? ആ കുഴപ്പത്തിനെ ചുരുക്കി വിളിക്കുന്ന പേരാണ് ജാതീയത. അതായത് നമുക്കിതിനെ സംബന്ധിച്ച് ധാരാളം പഠനങ്ങളുണ്ട്. ഈ ജാതി ശ്രേണിയിൽ പലതരത്തിലുള്ളവർ തൊട്ടു താഴെയുള്ളവരെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജാതി ശ്രേണി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പറയുന്ന ഈ ജാതി ശ്രേണി മാത്രമല്ല കേട്ടോ. യഥാർത്ഥത്തിൽ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ ഇടയിൽ പോലും, OBC-കളുടെ ഇടയിൽ പോലും ഈ ശ്രേണീകരണമുണ്ട്. ഇതിന് ആര്യവൽക്കരണം എന്നാണ് പറയുന്നത്. ജാതിക്കുള്ളിൽ ഒരാര്യവൽക്കരണമുണ്ട്, ജാതിയിൽ ഒരാര്യവൽക്കരണമുണ്ട്, ജാതിക്കുള്ളിൽ ഒരാര്യവൽക്കരണമുണ്ട്. ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ ഇടയിൽ എടുക്കൂ, അവരുടെ ഇടയിലുള്ള ചില ജാതികൾ കൂടിയ ജാതിക്കാരാണെന്നും കുറഞ്ഞ ജാതിക്കാരാണെന്നും പറയാറില്ലേ? OBC-കളുടെ ഇടയിൽ അങ്ങനെ പറയാറില്ലേ?
അത്തരത്തിൽ കൃത്യമായി സന്നിവേശിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ഇന്ത്യൻ സമൂഹത്തിൽ ജാതി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ ചർച്ചയിൽ പോലും നമ്മുടെ മുന്നിൽ വരുന്നു എന്നുള്ളതാണ് എന്നെ അതിൻ്റെ മനഃശാസ്ത്രപരമായ വിശകലനം നടത്തുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഇതുതന്നെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. നമ്മൾ ഈ ചർച്ചയുടെ ആദ്യം തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് പറഞ്ഞ അധ്യാപക പരിശീലനത്തിൽ ഉൾപ്പെടെ തന്നെ അവർക്ക് ഇത് അവരുടെ മനസ്സിൽ നിന്ന് മാറ്റാവുന്ന രീതിയിലുള്ള പരിശീലനം ഇല്ല എന്നുള്ളത് പോട്ടെ, എന്തായാലും ഇവിടെ അന്വേഷണം തുടങ്ങി ഇത്രയധികം കാര്യങ്ങൾ നിതിൻ തന്നെ പറയുന്നുണ്ട്, നിതിന്റെ സഹോദരിമാർ പറയുന്നുണ്ട്, അച്ഛനമ്മയും പറയുന്നുണ്ട്. അതൊന്നും കാര്യമായി അന്വേഷിക്കാതെ പെട്ടെന്ന് ലോണാപ്പിനെ പറ്റി പോലീസ് പറയുന്നെങ്കിൽ അത് ദുഷ്ടലാക്കാണെന്ന് തർക്കമില്ല. ഈ 7 അംഗ അന്വേഷണ സംഘം അന്വേഷിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് അഞ്ചരക്കണ്ടി കോളേജിൽ പഠിച്ചിറങ്ങിയ കുട്ടികളുടെ അവരെ തേടിപ്പിടിച്ചു പോയി, അവരുടെ അലൂമിനികളുടെ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ തേടിപ്പിടിച്ചു പോയി അവർക്ക് നേരിടേണ്ടി വന്ന ഇത്തരം തെറിവാക്കുകൾ അസഭ്യങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ ധൈര്യമുള്ള അന്വേഷിക്കും. മനസ്സിലാവും ആ കോളേജിൽ നടക്കുന്ന ജാതി വെറി വൃത്തികേട്. എൻകൗണ്ടർ പൂർവ്വം ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി.